أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹാദരണീയരായ നമ്മളുടെ ജില്ലാ സാരഥ്യം വഹിക്കുന്ന പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സ്നേഹാദരണീയരായ നമ്മളുടെ ഈ മഹല്ല് വളരെ സജീവമായി ചലിപ്പിക്കുന്ന, സഞ്ചരിപ്പിക്കുന്ന ജനകീയമായ ഭാരവാഹികളെ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും പിന്തുണ നൽകി മഹല്ലിനെ സജീവമായി നിർത്തുന്ന നമ്മളുടെ ഈ പ്രദേശത്തെ നല്ലവരായ പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയം നിറഞ്ഞ അടുത്ത തലമുറയായി നമ്മളുടെ ഈ പള്ളിയും മദ്രസയും ഒക്കെ കൊണ്ടു നടക്കാൻ നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരായി നടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നല്ല ഒരു സമയം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമയമൊക്കെ മോശമാണ് എന്നല്ല, നമുക്കെല്ലാവർക്കും സൗകര്യപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾ ഇതിന് തിരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നൊരു കാര്യം, സാധാരണ ഈ അസർ കഴിഞ്ഞ ഉടനെ ഒന്നും തുടങ്ങാൻ ആവാറില്ല. കാരണം അസർ കഴിഞ്ഞിട്ട് ഞങ്ങളെ മലപ്പുറം ജില്ലയൊക്കെ ഒരു കടിഞ്ചായ അറിഞ്ഞൊരു ദുസ്വഭാവമുണ്ട്. അത് ചായയല്ല, ആ പോക്ക് ഒരു പോക്കാണ്. പിന്നെ അവിടുന്ന് ഒരു വടയൊക്കെ തിന്ന് രണ്ടാമത് പള്ളിക്കൊക്കെ എത്തുമ്പോഴേക്കും ഒരു 5-5:15 അപ്പോൾ പറയാം നമുക്ക് മഗ്‌രിബ് കഴിഞ്ഞ് തുടങ്ങാം എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്, കൃത്യസമയത്ത് ഇത് തുടങ്ങി. നമ്മൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരള നദൂത്തുൽ മുജാഹിദീൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കാൻ തന്നെയുള്ള കാരണം എന്താ അറിയും? പുതിയ തലമുറയെക്കുറിച്ചും പുതിയ സമൂഹത്തെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക എല്ലാവർക്കും. പക്ഷെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, പകരം അതിന് പരിഹാരമാണ് വേണ്ടത്. അപ്പോൾ ആ പരിഹാരം എവിടെ നിന്ന് തുടങ്ങും? വെള്ളിയാഴ്ച പള്ളിയെന്ന് പറഞ്ഞു എന്നാൽ ആ വിഷയം എവിടേക്കും എത്തൂല. കാരണം എല്ലാവരും ഉണ്ടായിക്കൊള്ളുന്നില്ല, സഹോദരിമാരെല്ലാവരും വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ഈ ഭൂമുഖം എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടപ്പാക്കാനും പറഞ്ഞു കൊടുക്കാനും ഉൾക്കൊള്ളാനും ഒന്നും ആളില്ല. ഒക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് വിടും. അതിന് നമ്മളൊക്കെ ഉത്തരവാദിയാവും. കാരണം എന്താ പറയുക, ഒരു കപ്പലിൻ്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മുമ്പേ കേൾക്കണമാരും. കപ്പലിന് 2 തട്ടുണ്ട്. അപ്പോൾ ആ കപ്പലിൻ്റെ മുകളിലെ യാത്രക്കാരുണ്ട്, താഴെയുള്ള യാത്രക്കാരുണ്ട്. മുകളിലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാൻ താഴെ വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിൽ തന്നെ കാണും. അപ്പോൾ ഈ താഴെ മേലെന്ന് വെള്ളം കുടിക്കാൻ താഴേക്ക് വരിക, അത് കുറേ പിന്നെ യാത്ര ചെയ്യുക. താഴെയുള്ളവർക്ക് മേലേക്ക് വെള്ളം കുടിക്കാൻ പോവുക. അങ്ങനെയൊക്കെ ആയപ്പോൾ താഴെയുള്ളവർ പറയുകയാണ്, നമുക്ക് വെറുതെ വെള്ളം കടലിലുണ്ട്, ഇവിടെ ഒരു ഓട്ടോ വിളിച്ചാൽ വെള്ളം കിട്ടും, അതിനിപ്പോൾ നമ്മൾ മേലെയൊക്കെ പോയി കുപ്പിയിലാക്കിയൊന്നും പോരണ്ടല്ലോ, നമുക്കിവിടെ ഒരു ദ്വാരം ഉണ്ടാക്കുക. ആ ദ്വാരം ഉണ്ടാക്കി ആ സമൂഹം ഒന്നടങ്കം തീർന്നു, ആ കപ്പൽ മുങ്ങുന്നു. ഒരാളാണ് ദ്വാരം ഉണ്ടാക്കുന്നത്. ഈ സമൂഹം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഹിദായത്തിലാണ്, നമ്മൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ രക്ഷപ്പെടില്ല. നമ്മൾ ഒരു കപ്പലിലാണ് സഞ്ചരിക്കുന്നത്. മുസ്ലിം ഉമ്മ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൽ തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും ഉണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൊറോണ കൊണ്ടുവന്ന് നിങ്ങളോ ഞാനോ ഒന്നുമല്ല, വേറെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്നപ്പോൾ എത്തിയതാണ്.
പക്ഷെ അത് കുറേ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ആ രോഗം വന്ന് വഫാത്തായി പോയിട്ടുണ്ട്. ചിലർ പറയുന്നത് വിദേശത്തു നിന്നാണ് വന്നത്. വിദേശം പോയിട്ട് തിരുവനന്തപുരം അങ്ങാടി തന്നെ കാണാത്ത കുറേ ആൾക്കാരൊക്കെ മരിച്ചുപോയി. കാരണം എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഓരോരോ വിധി വരുമ്പോൾ അതിലെല്ലാവരും പെടും. അപ്പോൾ അതിന് നമ്മൾ എടുത്തൊരു തീരുമാനമാണ്, വ്യക്തികൾ സംസ്കരിക്കപ്പെടണം. ആ വ്യക്തികൾ സംസ്കരിക്കപ്പെടുമ്പോൾ അത് കുടുംബങ്ങളിൽ കാണണം. ആ കുടുംബങ്ങൾ ചേരുമ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനൊക്കെ മഹല്ലുണ്ടാകുന്നത്. ആ മഹല്ലുകളിൽ ഓരോ വീടുകളിലും ഈ കുടുംബപരമായ സമീപനങ്ങളും ആദർശപരമായ സിദ്ധാന്തങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് രാപ്പകലുകൾ കഴിഞ്ഞു പോവുക. അപ്പോഴാണ് രാവിനും പകലിനൊക്കെ ഒരു ഗുണമുള്ളൂ. നമ്മളിപ്പോൾ ശനിയായി, ഞായറായി, നാളെ ഞായറാഴ്ചയായി, പിന്നെ മെല്ലെ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ പറയും, ഭാര്യ പറയും നാളെ ഞായറാഴ്ചയാണ്, കല്യാണത്തിന് പോകണം. അപ്പോൾ പറയും നമ്മൾ ഇപ്പോഴല്ലേ, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ, ഇപ്പോൾ മിഞ്ഞാന്നല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞത്. അല്ല, കാലം വേം ഒരു വസ്തുവിന് തീ പിടിച്ചാൽ തീരുന്നതുപോലെ ഇത് അറിയാതെ കഴിഞ്ഞു പോകും. കുറേ ആളുകൾ അതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോയി അവിടുന്ന് ആംബുലൻസ് മെല്ലെ വരുന്നതാണ്. അപ്പോൾ എന്തായി, മുപ്പർ പോയി. എങ്ങോട്ടാണ് പോയത്? നമുക്കറിയാം പോയ സ്ഥലം. വേറെ ചിലർ പോയത് ഏണ്ടാന്ന് പറയാൻ കഴിയില്ല. പോയി, അത്രയേ ഉള്ളൂ. അത് ഏണ്ടാ പോയതൊന്നും പറയാൻ പറ്റില്ല. അവസാനം ചിലർ പറയും ബന്നോടത്തേക്ക് പോയി എന്നൊക്കെ പറയും. നമുക്ക് അതിനൊക്കെ ഒരു സിദ്ധാന്തമുണ്ട്, എവിടേക്കാണ് പോയത്, ആരാ കൊണ്ടുപോയത്, എന്തിനു കൊണ്ടുപോയതാണെന്നൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒടുങ്ങി പോകേണ്ടുന്ന ഒരു കേവലം ഒരു കരയിലേക്കിട്ടാൽ ഒരു മത്സ്യം ചാകണ പോലെ ചത്തുപോകേണ്ടുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. നമ്മൾ ഒരു നല്ല ഒരു അർത്ഥത്തിൽ ജീവിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഒരു 10 ആളെ ജന്മവും ജീവിതവും ജീവിച്ചിട്ട് മരിച്ചു പോകണമെങ്കിൽ നമുക്കതിനൊന്ന് കഴിയും. ഒരു അര മനുഷ്യൻ്റെ ഗുണമില്ലാതെ കേവലം ഒരു പുഴു ചത്തുപോണ പോലെ ചത്തുപോകണോ, അതിനും നമ്മളെ കൊണ്ട് കഴിയും. കാരണം രണ്ടും നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പുഴു ചത്തുപോണ പോലെ പോകേണ്ടവരല്ല. നമ്മൾക്ക് കഴിയുമെങ്കിൽ, ഇപ്പം നോമ്പ് നമ്മൾ നോൽക്കാറുണ്ട്. നോമ്പിൻ്റെ മുമ്പ് ഉസ്താദ് പറയും നമുക്ക് 30 നോമ്പാണുള്ളത്, പക്ഷേ നമുക്ക് 60 നോമ്പ് നോൽക്കണം, നമുക്ക് 120 നോമ്പ് നോൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താ, അത്രയും ആളെ നോമ്പ് തുറപ്പിച്ചാൽ നമ്മൾ അത്ര നോമ്പ് നോറ്റ പ്രതിഫലമാണ്. എന്നാൽ കടഞ്ഞുറങ്ങിയിട്ട് 30 നോമ്പ് പോയിട്ട് 15 നോമ്പിൻ്റെ ഗുണത്തോടു കൂടി മരിച്ചു പോകുന്ന ആൾക്കാരും നോമ്പ് നോറ്റ് പോകുന്ന ആൾക്കാരും. അപ്പം നമുക്കിത് ഉപകാരപ്രദമാക്കണം. അങ്ങനെ ഓരോ വീടും സംസ്കരിക്കപ്പെടുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ സംസ്കരിക്കപ്പെടും. അപ്പം മഹല്ലുകൾ അതൊരു അഭിമാനമായിരിക്കും. അൽഹംദുലില്ലാ 1980കളിലൊക്കെ എടവ എന്ന് പറഞ്ഞ് ഈ പ്രദേശത്തൊരു പള്ളി ഉണ്ട് എന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം എന്താ അറിയോ, അത്രയും 1950 അപ്പോൾ അള്ളാഹു അന്ന് നിങ്ങൾക്ക് തൗഹീദ് തരാൻ തീരുമാനിച്ചതുകൊണ്ടാണ്, നിങ്ങൾ ഉപ്പൂപ്പാർക്കും ഉമ്മുമാർക്കും കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ എത്തൂല. ഒരു ഹജ്ജ് യാത്രക്ക് ഭാഗ്യം ലഭിച്ച വർഷത്തിൽ കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു, ഒരു 100 ആളുകളുണ്ടായി. അപ്പം ഞങ്ങൾ മറുവൻ്റെ വശത്തു കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പോരുകയാണ്. ഇതാണ് മറുവൻ്റെ അപ്പുറത്ത് ഇതാണ് അബൂജാഹിലിൻ്റെ പുരയായിരുന്നു, ഇപ്പം അവിടെ ടോയ്ലറ്റാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ മുത്തുനബിൻ്റെ വീട് കാണാൻ പോവാം. അപ്പോൾ ഒരാൾ അവിടുന്ന് പോരുന്നില്ല. അവിടെ മൂപ്പര് ആ ടോയ്ലറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ആചാര്യ ഇങ്ങോട്ട് പോരി. നമ്മൾ മൂപ്പര് അവിടെ അങ്ങനെ നിന്നിട്ട് ചോദിച്ചേ, ഇത് അബൂജാലിൻ്റെ പുരയായിരുന്നു. എന്നിട്ട് മൂപ്പര് കഴമീക്കൊന്ന് നോക്കി, കഴബ അവിടെ തന്നെ അതിനൊന്ന്, ഇത് അബൂജാലിൻ്റെ പുരയായിരുന്നു. കഴബ അവിടെ തന്നെ ആയിരുന്നു, കഴബ അവിടെ ആയിരുന്നു. വയ്യ ഇതിലായിരുന്നു, വയ്യ ഇത് തന്നെയായിരുന്നു. എന്നിട്ട് എന്തായാലും മൂപ്പര് മുസ്ലിം ആകാതിന്. ഞാൻ പറഞ്ഞു മഹല്ലിലായിട്ട് കാര്യമില്ല, ഇതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാ എഴുത്തായിട്ട് കാര്യമില്ല, ഇതിനൊരു ഭാഗ്യം വേണം കാക്കോ. അതുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ 4500 കിലോമീറ്റർ മുമ്പ് ദൂരം നിന്ന് ഈ കഅബൻ്റെ അടുത്ത് വന്നിട്ട് അള്ളാഹ് എന്ന് വിളിക്കണത്. അപ്പോൾ ആ ഭാഗ്യം നമുക്ക് ലഭിച്ചത് കൊണ്ട്
നമ്മളിനി ഒരു അര ജീവിതം, ഒരു മുക്കാൽ ജീവിതമൊന്നും പോരാ, നമുക്കൊരു 10 ജീവിതം തന്നെ വേണം. അതിന് നമ്മളൊരു തീരുമാനമെടുക്കണം. അതിനാണ് ആദർശപരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ച്, അതേപോലെ നമ്മളെ ഭാര്യ ജീവിച്ച്, അതേപോലെ നമ്മളെ മക്കൾ ജീവിച്ച്, ആ മക്കൾ അതേപോലെ ജീവിച്ച്, നമ്മളെ ഖബറിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ദുആയിരക്കാൻ കുറേ ആളുണ്ടാവുമ്പോൾ നമ്മൾക്കത് പാരമ്പര്യമായി കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ ഓരോരോ സന്തോഷ വാർത്തകളാണ്. പക്ഷേ നമ്മളൊക്കെ നരകം വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ, അല്ലേ? ഞാൻ അങ്ങനെയല്ല പറയണത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ നമ്മൾ ഹാഫ് ബിരിയാണിയാണ് തിന്നുക, നമുക്ക് അത്ര തിന്നാൻ കഴിയുള്ളൂ. കുട്ടികൾ ഫുള്ളാണ്, അല്ലേ? പക്ഷേ ദീനുൽ ഇസ്ലാം നോക്കുമ്പോൾ വാപ്പ ഫുള്ളും മക്കൾ ഹാഫുമാണ്. പിന്നെ അതിൻ്റെ അടുത്ത മക്കൾ പേരക്കുട്ടികൾ വരുമ്പോൾ അതിലും ഹാഫാണ്. അതും കൂടെ കഴിഞ്ഞ് പോകുമ്പോൾ അവസാനം ദീനുൽ ഇസ്ലാം തെരഞ്ഞു നോക്കിയാൽ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് തരണം ചെയ്യാനാകും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, അടിസ്ഥാനപരമായി ഈ വിഷയം നമുക്ക് തന്ന ഹിൻസുകൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അടിസ്ഥാനപരമായി നമ്മളൊരു സൃഷ്ടിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജീവിയുടെ വാല് മുറിഞ്ഞുണ്ടായതല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായണോന്നറിയില്ല. ഏതായാലും നമ്മളേതായാലും അങ്ങനെ ഉണ്ടായതല്ല. ഒരു വാല് മുറിഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ എവിടെയെങ്കിലും തപ്പി നോക്കിയ ഒരു വാലിൻ്റെ കഷ്ണോ അതിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം കാണണം, ഒന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ള പടച്ചു, ഹൗവ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പടച്ചു. ആ പടക്കപ്പെട്ട ആ മൂക്ക്, ആ വായ, ആ പല്ല്, ആ പിന്നെ ഹാർട്ട്, ആ വൃക്ക, ആ ചെവി നോക്കൂ നിങ്ങൾ. ഇനി നാളെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ആദം നബിൻ്റെ പോലെ ആയിരിക്കും ഉണ്ടാകുക. നമ്മളെ ഉമ്മമാരൊക്കെ, നമ്മളെ പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ ഹൗവ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഖപ്രസന്നതയോടുകൂടിയാണ് അവിടെ പുനർജനിക്കുക. അപ്പോൾ എന്തിനാണ് അള്ളാഹ് ഇങ്ങനെ ഒരു തറവാടിത്തം നമുക്ക് നൽകിയത്? അത് മേനി പറയാനല്ല, പക്ഷേ ഒരു ആദർശത്തിൻ്റെ മേനി പറയാൻ വേണ്ടിയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ള പടച്ച് ആദം പറയാണ്, ഞാനിങ്ങനെ തൊഴിലുറപ്പൊക്കെ ആയിട്ട് ഞാൻ ഇതിലങ്ങനെ പോയിക്കോളാം, അയ്യോ അതിൽ നടന്നോ, അങ്ങനെ പോവാം, അത് മതി, വെറുതെ ഇറങ്ങാറാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല. ഹൗവയും ആദമും അലൈഹിമസ്സലാം അവർ രണ്ടുപേരുമായിട്ട് ആ മനുഷ്യകുലം അങ്ങ് അവസാനിക്കും. പക്ഷേ ആ കുടുംബ ജീവിതത്തിലൂടെയാണ് മനുഷ്യ സൃഷ്ടിപ്പ് അള്ളാഹു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബപരമായി വലിയ ബാധ്യതയുണ്ട്. നമുക്ക് നമ്മളുടെ റബ്ബിനോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹിനോടുള്ള കടപ്പാട് എന്താണ്? ഞാൻ ഈ പ്ലാസ്റ്റിക് മെല്ലെ ഒഴിവാക്കണ്ടേ. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സ്വഹാബികളോട്, നിങ്ങൾക്ക് അള്ളാഹിനോടുള്ള ബാധ്യത എന്താണ്? അപ്പം എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഇബാദത്ത് എടുക്കുക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കുക. നമുക്ക് അള്ളാഹിനോടുള്ള ബാധ്യത എന്താണ്? അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ ജീവിക്കുക. കുടുംബപരമായി അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ കുടുംബത്തെ തെരഞ്ഞെടുക്കുമ്പോഴും, ഇപ്പം ഇന്നലെ ഒരാൾ പറഞ്ഞു മകന് ഒരു വധുവിനെ വേണം, ഒരു സലഫി ആദർശമുള്ള കുടുംബമായിരിക്കണം എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. അതെന്താണോ അങ്ങനെ ഗ്രൂപ്പൊക്കെ പറയണേ? പൂപ്പർ പറഞ്ഞാൽ അങ്ങനെയല്ലടാ, അള്ളാനെ മാത്രം ആരാധിക്കുന്ന ഒരു കുട്ടിനെ കിട്ടണമെങ്കിൽ നമ്മൾ സലഫി കുട്ടികളെ തന്നെ കെട്ടണ്ടേ. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എതിരൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം നേർച്ച വഴിപാടുകൾ ചെയ്യുക, അത് മുവഹിദുകളുടെ ഒരു ബാധ്യതയാണ്. ഒരു പള്ളി എറണാകുളം ജില്ലയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പുതിയൊരു പള്ളി ഉണ്ടാക്കി, ഒരു സുന്നി മസ്ജിദ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു പുതിയൊരു ആയത്ത് കയറി എന്നോടത്ത് കൊത്തുപണിയായിട്ട് മാർബിളിൽ വെക്കണം. അപ്പോൾ മാർബിളിൽ കൊത്തുപണി ഉണ്ടാക്കണോനോട് പറഞ്ഞു, മോനെ ഈ ഒരു ആയത്ത്, നല്ലൊരു ആയത്ത് ഫിറ്റായത് പള്ളിക്കുള്ളത് ഇങ്ങനെ കൊത്തുപണി ചെയ്ത് കയറി വരുന്നിടത്ത് മാർബിളിൽ വെക്കണം. അപ്പോൾ ഈ കൊത്തുപണി ചെയ്യണവന് സ്ഥിരമായിട്ട് പള്ളിക്ക് വെക്കണ ആയത്തുണ്ട്. മൂപ്പർ അതൊക്കെ കൊത്തിക്കൊടുന്ന് 5-6 കഷ്ണാക്കി കൊടുന്ന് പള്ളിൻ്റെ മുകളിൽ
ഒട്ടിച്ച് വെച്ച് സുബൈ കഴിഞ്ഞ് കമ്മറ്റിക്കാരൊക്കെ വന്നു നോക്കുമ്പോൾ വന്നൽ മസാജിദലില്ല ഫലാ തദൂ മഅല്ലാഹി അഹദ. അത് മുജാഹിദീങ്ങളെ പള്ളിക കാണുന്ന ആയത്താണല്ലോ മോനെ. തീർച്ചയായും പള്ളി അള്ളാഹ്ക്കുള്ളതാണ്, അവിടെ അള്ളയല്ലാത്ത വേറെ ആരെയും വിളിക്കാൻ പാടില്ല. ഈ ആയത്ത് സാധാരണ സലഫി പള്ളികളിൽ കാണുന്നതാണ്. ആ ആയത്ത് നമുക്ക് പറ്റൂല, കാരണം നമ്മളിവിടെ അല്ലാത്ത വിളിയും തെളിയൊക്കെ ഉണ്ടല്ലോ, ആ മാർബിൾ പറപ്പിച്ചോളൂ. പക്ഷേ നമ്മളുടെ പള്ളിയും നമ്മളുടെ വീടും നമ്മളുടെ ആദർശവും ഒക്കെ എന്തിനാണ്? അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന വാപ്പ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന അമ്മ. മുഹീദ്ദീൻ ശൈഖ് എന്ന സൂദികാ കർമ്മിണിയുടെ വിളി കേട്ട് ജനിക്കുകയും കഴുത്തിലും കാതിലുമൊക്കെ ഏലസും ഉറുക്കും കെട്ടി ബാല്യം മുന്നോട്ട് പോവുകയും ബദരീങ്ങളാണ്ടിൻ്റെ പോത്ത് തിന്ന് യുവത്വം തടിച്ചു വീർക്കുകയും മുഹീദ്ദീൻ ശൈഖ് എന്ന വിളി കേട്ട് കണ്ണടക്കുകയും ചെയ്യുന്നൊരു ഉമ്മത്തായിരുന്നു ഇത്. അവിടെ നിന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത്. അപ്പോൾ അത് നമ്മളെ കുടുംബത്തിൽ ഇനി അടുത്ത തലമുറക്ക് നിലനിർത്തണ്ടേ? അതിന് പള്ളിയിലെ ഇമാമിന് സാധിച്ചു കൊള്ളണമെന്നില്ല, ഉസ്താദിന് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഉപ്പയും ഉമ്മയും അത് പകർന്നു കൊടുത്താൽ, അത് ബന്ധം പുലർത്തിയാൽ, അതവർക്ക് എത്തിച്ചു കൊടുത്താൽ തീർച്ചയായും അത് അവർക്ക് ഉണ്ടാകും എന്നതാണ്. നമ്മളെ പിന്തുടരുന്ന മക്കളുണ്ടാകുന്നത് ആദർശത്തിലൂടെയാണ്. സ്വത്തിൻ്റെ കാര്യത്തിലും മൂക്കിൻ്റെ കാര്യത്തിലും കണ്ണിൻ്റെ കാര്യത്തിലും പുരികത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നടത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെ മക്കൾ നമ്മളമാര് തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കൂടി അതിൻ്റെ കടമകൾ നമ്മൾ നിർവഹിക്കണം. ഇണകളായിക്കൊണ്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖനാകും അസ്വാജ, ഇണകളാക്കിയാണ് പഠിച്ചിട്ടുള്ളത് എന്ന്. ആ ഇണ ഇന്ന് കേൾക്കുന്നു, ആണും തമ്മിലായിക്കൂടെ, പെണ്ണും തമ്മിലായിക്കൂടെ. ആണും പെണ്ണും തമ്മിൽ തന്നെ ആകണോ? ഈ എണ തൊണാന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുണം വേണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ചായയും പടിയും കുടിച്ച് കടപ്പുറത്ത് കൂടിയോ എവിടെയും കൂടി നടക്കുക എന്നല്ല. ഒരു ആണും പെണ്ണും തമ്മിൽ വിവാഹിതരായി അവരിൽ നിന്ന് സന്തതികൾ ഉണ്ടാകണം. ആ സന്തതികൾ നാട്ടിൽ പ്രചരിക്കണം, പരക്കണം, അങ്ങനെ മക്കളാകണം, അവർക്ക് മക്കളുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫ്ദാ. നിങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു. എന്നിട്ട് പറയാണ്, വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫ്ദാ. ആ ഇണകളിൽ നിന്ന് പടച്ചോൻ നിങ്ങൾക്ക് മക്കളെ തന്നു, മക്കളുടെ മക്കളെ തന്നു. വറസഖകും മിനത് ത്വയ്യിബാത്ത്, നല്ല നല്ല ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ തിന്നാൻ തന്നു. അഫബിൽ ബാത്തിൽ യുമിനൂൻ. എന്നിട്ടും നന്ദി കെട്ടവരായ നമ്മൾ നിരർത്ഥകമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇന്ന് വിശ്വാസമർപ്പിക്കുന്നത്. വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അവർ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിഷേധിച്ച് തള്ളുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ പടച്ചോനെ മാത്രം ആരാധിച്ച് ജീവിച്ചാൽ അള്ളാഹ്ക്ക് നിങ്ങളോടുള്ള ബാധ്യത എന്താ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, നിങ്ങൾക്കല്ലേ അറിയാം, നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ പോയി തരണേ, നിങ്ങൾ ഞങ്ങളോടാ ചോദിക്കണേ, നിങ്ങൾക്കല്ലേ അറിയാം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളോട് അള്ളാഹ്ക്കുള്ള ബാധ്യത നിങ്ങളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചൊരു കുടുംബം ജീവിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കൂല. പരീക്ഷണം വരും, ഇടിമിന്നൽ വരും, ചിലപ്പോൾ നമ്മൾ മരിച്ചു എന്ന് വരും, ചിലപ്പോൾ നമ്മളെ വണ്ടി മറിഞ്ഞു എന്ന് വരും, ചിലപ്പോൾ വിമാനം വരുമ്പോൾ വിമാനം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ കൊട്ടിപ്പടഞ്ഞു പോയി എന്ന് വരും, ചിലപ്പോൾ അറ്റാക്കായി മരിച്ചു എന്ന് വരും, ചിലപ്പോൾ ഭാര്യ നേരത്തെ പോയി എന്ന് വരും, ഭർത്താവ് നേരത്തെ പോയി എന്ന് വരും, ഭാര്യയും ഭർത്താവും ബൈക്കിൽ പോരുമ്പോൾ അപകടം സംഭവിച്ചു മരിച്ചു എന്ന് വരും. അതൊക്കെ വരും. അതൊന്നും എന്തല്ല, ശിക്ഷയല്ല, പരീക്ഷണമാണ്. ആരാണ് റസൂലെ ഏറ്റവും വലിയ പരീക്ഷീണിതർ? പരീക്ഷണം കൊണ്ട് ക്ഷീണിതരായിപ്പോയവർ ആരാണ് ഈ ലോകത്ത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ഹുമുർ റുസുൽ, അവർ അള്ളാഹിൻ്റെ പ്രവാചകന്മാരാണ് എന്നാണ്. ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായവർ? അള്ളാഹിൻ്റെ പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ ആരാണ്? സുമ്മൽ അംസലു ഫൽ അംസൽ, അതേപോലെയുള്ളവർ, അതേ മാതൃകയുള്ളവർ, അതേ ജീവിതം നയിക്കുന്ന, അതിനെ തുടർന്ന് വരുന്ന ആളുകൾ പരീക്ഷണത്തിന് വിധേയമാകുന്നു. അപ്പോൾ പരീക്ഷണം, നമ്മൾ ആശുപത്രിയിൽ പോയി പരിശോധിച്ചു, ബ്ലഡ് ക്യാൻസർ, ടെൻഷനാണ്ട, അള്ളാഹ് അവിടെയല്ലേ തന്നത്. നമ്മളെ കണ്ണുമലോ മൂക്കുമലോ ഒക്കെ തന്നിക്കണമെങ്കിൽ എന്തായിരിക്കും? എൻ്റെ ഉള്ളിലല്ലേ? അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ അതൊന്നും വന്നില്ല, നമുക്കിതൊന്നും ഉണ്ടായില്ല, ഒരസുഖം ഉണ്ടായില്ല, ഒരസുഖമല്ലേ അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് 950 കൊല്ലം ദഅവത്ത് നടത്തി. അപ്പോൾ 1000 കൊല്ലെങ്കിലും ജീവിച്ചാണല്ലോ ഓലൊക്കെ. അന്ന് ആർട്ട് മാറ്റിക്കണില്ല, വൃക്ക മാറ്റിക്കണില്ല, സ്റ്റഡ് ഇടണില്ല, ഇതൊന്നുമില്ല. എന്നിട്ടോ 1000 കൊല്ലം ജീവിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ആക്കിയ സ്ഥിതിക്ക് നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കിയ കണക്കാണെങ്കിൽ ആ വീടിൻ്റെ മാർബിൾ, അതിൻ്റെ കയറിയനോടത്തുള്ള തേക്കിൻ്റെ ഡോറ്, അതേപോലെ തന്നെ വാർപ്പ്, ഇതിൻ്റെയൊക്കെ ഉറപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 750 കൊല്ലെങ്കിലും ജീവിച്ചാലേ ആ പുര മുതലാവുള്ളൂ. എന്നാലേ അതിൻ്റെ അല്ലേ, അത്രത്തോളം ഉറപ്പില്ല. പക്ഷേ നമുക്കൊരു 10 കൊല്ലം കൂടി അതിൽ കഴിഞ്ഞുകൂടാനാവില്ല. പക്ഷേ നമുക്കാകും. അതെവിടേക്കാണ്? നമ്മളുടെ വീടിൻ്റെ കയറി വരുന്നിടത്തുള്ള ആ ഡോറ് നല്ല ഉറപ്പുള്ള, നല്ല കണ്ടാൽ സ്വർണത്തിൻ്റെ ഓടാമ്പലയാണോ വെച്ചതെന്ന് പോലും പിച്ചളയായിട്ട് തോന്നിപ്പോവും. കള്ളന്മാർ അതുകൊണ്ട് തന്നെ മുന്നത്തെ ഡോർ ഇപ്പോൾ തുറക്കലില്ല, കാരണം അത് കിട്ടൂല. ബാക്കത്തെ ഒരൊറ്റ തള്ളല്ല, ഒന്നായിട്ടാണ് പോകും. അത് ഒരു പ്രശ്നമൊന്നുമില്ല, മുന്നത്തെ മാത്രമേ കിട്ടാത്തുള്ളൂ. പക്ഷേ നമ്മളുടെ ഖബർ എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒരു നല്ല വാതിലാണ്. ആ വാതിൽ മോശാക്കരുത്. ആ വാതിൽ നല്ലതാണ്. ആ തുറക്കപ്പെടുന്ന ഖബറിൻ്റെ വാതിലുണ്ടല്ലോ, അത് പരലോകത്തേക്കുള്ള മെയിൻ ഡോറാണ്. അത് നമ്മളെ കുടുംബത്തിന് സൗകര്യപ്രദമാകണം. അതുകൊണ്ട് നിഅമത്തിനെ നിഅമത്തിനെ നന്ദിയില്ലാത്തവരായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കുടുംബപരമായി മാറാൻ പാടില്ല. കടമകളും കടപ്പാടുകളുമുണ്ട്. ഒരു ബാധ്യതയില്ലാത്തവരല്ല നമ്മൾ. നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. ചില ദിവസം നമ്മൾ പറയും സ്റ്റേഷൻ കിട്ടണില്ല, കുട്ടികളെ കാര്യം ഒരു ഭാഗത്ത്, ഭാര്യൻ്റെ കാര്യം ഒരു ഭാഗത്ത്, അപ്പോൾ തന്നെ ആശുപത്രി. ഇതൊക്കെ 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 നോക്കിക്കൊണ്ട് പോകേണ്ടവരാണ് നമ്മൾ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലൻ റഅയതിഹി. നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്നില്ല, നിങ്ങളെല്ലാവരും പഞ്ചായത്ത് മെമ്പറാകണമെന്നില്ല. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, രാഷ്ട്രീയ നേതാവ്. മൂപ്പര് പറയടാ, നിങ്ങൾക്കൊക്കെ എന്തോ സുഖമാണ്, എന്താ നിങ്ങളതൊക്കെ ഉപകാരപ്പെടും. നമ്മളിപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുമ്പോൾ എല്ലാ പുരയെ കൂടി പോയി ചെയ്യണട്ടാ എന്ന് പറയുമ്പോൾ ചെയ്യണട്ടോ എന്ന് പറയും. വോട്ടെണ്ണി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെയാണ് അതൊക്കെ. എന്നാൽ നിങ്ങളങ്ങനെയല്ല, നിങ്ങളിങ്ങനെ ഇത് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നടക്കും. ആൾക്കാരത് കേട്ടാലും കൂലി, കേട്ടില്ലെങ്കിലും കൂലി, അത് ഉൾക്കൊണ്ടാലും കൂലി, ഉൾക്കൊണ്ടില്ലെങ്കിലും കൂലി. ഞങ്ങളത് ദുന്യവിയാണ്. സത്യമല്ലേ അത്? അപ്പം ആഖിറത്തിലേക്കുള്ള നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ കൂട്ടത്തിൽ കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. ഭാര്യയോട് കടപ്പാടുണ്ട്, ഭർത്താവിനോട് കടപ്പാടുണ്ട്, അതേപോലെ തന്നെ മക്കളോട് ബാധ്യതയുണ്ട്. നമ്മളോട് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ചൂടാവുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ പ്രവാചകൻ അതിന് മറുപടി കൊടുക്കും. വ്യക്തിപരമായ കാര്യം വരുമ്പോൾ റസൂലുള്ള പറയും, അത് സാരല്ല, അത് ഓനങ്ങനെ പറഞ്ഞോട്ടെ, അവനങ്ങനെ പറഞ്ഞോട്ടെ, അത് അവൻ്റെ ഒരു പൂതിയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയായിരുന്നു എന്നാ. നമ്മളെ കാര്യമൊക്കെ ചിലപ്പോൾ എന്താവും, ചില കാര്യത്തിലൊക്കെ ചെറിയ അപാകതകളോ വീഴ്ചകളോ ഒക്കെ ചിലപ്പോൾ ഭൗതിക കാര്യത്തിൽ സംഭവിക്കാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം വൃത്തിയായി ചെയ്തു കൊടുക്കണം. ഉപ്പാക്ക് ഉപ്പാൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഉമ്മാക്ക് ഉമ്മാൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, മക്കൾക്ക് മക്കളിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. റബ്ബിനോടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധന ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മളെ കുടുംബത്തിൻ്റെ കടപ്പാടെന്താണ്? നമ്മളുടെ വീട് പ്രവാചകൻ ആദരിക്കപ്പെടുന്ന വീടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു മൃഗത്തിൻ്റെ ചിത്രമുള്ള ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. പ്രവാചകൻ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ആയിഷ, ഈ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് കുറേ ആളുകൾ നരകത്ത് പോണേ, അതേപോലെ ഞാനും പോണോന്നാ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അത് ഞമ്മക്കും മക്കൾക്കും എല്ലാവർക്കും കൂടിയുള്ള വിളിയാണ്, അല്ലേ? നമ്മളൊക്കെ ചെറുപ്പകാലത്ത് സുബൈ ബാങ്ക് കേട്ടായിട്ട് കടന്നുറങ്ങാൻ അയക്കുമായിരുന്നോ നമ്മളെ വാപ്പിയമ്മയും? ഇല്ല. നമ്മളെയൊക്കെ വീട്ടിലൊരു പുളി വടി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചുകൂടി ഒരു മെച്ചമുള്ള ഒരു പേരക്കൻ്റെ വടി ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ
പുളിവടി എനിക്കും അറിയാം. പക്ഷേ പേരക്കൻ്റെ വടി എന്തിനാ വെച്ചാൽ വാപ്പ പറയുക പാമ്പ് വരുമ്പോൾ തല്ലാനാണ്. പാമ്പ് വരുമ്പോൾ തല്ലാനല്ല, ഇതുകൊണ്ട് അടിച്ചിട്ട് നന്നായില്ലെങ്കിൽ അതുകൊണ്ട് അടിക്കാനാണ്. അങ്ങനെയൊക്കെ നമ്മളുടെയൊക്കെ വീട്ടിൽ ശിക്ഷക്കും അതേപോലെ തന്നെ രക്ഷക്കുമൊക്കെയുള്ള വടിയും ആയുധങ്ങളും ഉപദേശങ്ങളും ശകാരങ്ങളും ദേഷ്യപ്പെടലുകളും ഒക്കെ ഒന്നും മിണ്ടൂല. നമ്മൾ പുരയിൽ ദേഷ്യപ്പെടുക, പുരയിൽ പറയുക ഒക്കെ പള്ളിക്കൽ വന്നിട്ട് അങ്ങനെയല്ല കേട്ടോ പറയണേ. പള്ളിക്കലൊന്ന് പ്രഷർ കൂടുന്ന ആൾക്കാരുണ്ട്. മൗലവിനെ ഒരാൾ നിർത്തും, വേറൊരാൾ പറഞ്ഞേക്കും. മൗലവിനെ ഒരാൾ നിർത്തും, വേറൊരാൾ പറഞ്ഞേക്കും. അവസാനം മൗലവി പറയും, പഠിച്ചവനെ ആ മഹലിൽ നിന്നൂടാ, എല്ലാവരും പ്രഷറിൻ്റെ ഗുളിക കുടിക്കുന്ന പോലാണ് എന്ന് പറയാറുണ്ട്. നിങ്ങളെയല്ല പറഞ്ഞത്. അപ്പോൾ വീടുകളിൽ നമുക്ക് പറയേണ്ടത് പറയണം, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എത്തി. അപ്പോൾ ഒരു പായസം കൊടുത്തപ്പോൾ ആ പായസത്തിൻ്റെ പാത്രത്തിന് ആയിഷ റളിയല്ലാഹു അൻഹൻ്റെ അടുത്ത് നിന്ന് ഒരു കല്ല് കെട്ടിയിട്ട്, അത് തട്ടിയതാണോ തട്ടിച്ചാണോ എന്ന് അറിയില്ല, ഏതായാലും അത് പൊട്ടി. അത് പൊട്ടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിട്ട് മെല്ലെ നന്നാക്കിയിട്ട് ഇതെന്താ ഇപ്പം ഇങ്ങനെ കാട്ടിയേ, എങ്ങനെയാ ഇപ്പോൾ ഇത് പറ്റിയേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ പുരയില്ലേ ഇങ്ങനത്തെ ഒരു കപ്പ് നമ്മളൊപ്പല്ലേ വാങ്ങിയേ, അതും കൊണ്ടിരുന്നതാണ്. അത് കൊടുത്തിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൊടുത്ത് ഈ പൊട്ടി നന്നായത് റസൂലുള്ളാഹി ഒരിക്കലൊക്കെ റെഡിയാക്കിയത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് കൊടുത്തു. അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, ആരാൻ്റെ പാത്രം പൊട്ടിച്ചാൽ അവനാൻ്റെതാ പോവുക. ഇനി ഞാൻ അങ്ങനെ പൊട്ടിക്കാനും പാടില്ല, ദേഷ്യപ്പെടാനും പാടില്ല. അവിടെ ഒരു തലാഖൊന്നും ഉണ്ടായിട്ടില്ല. ചീമ്പിളി ബഹളം കോലാഹലം. ഞാൻ പ്രവാചകനാന്നൊന്നും നോക്കൂല, ഞാൻ ഉണ്ടല്ലോ തരാളാണ് തരും എന്നൊന്നും പറഞ്ഞ് തലീക്കുടി വെള്ളം പറഞ്ഞൊന്നും വന്നിട്ടില്ല. പക്വതയും പാകതയുമാണ്. ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. ദേഷ്യപ്പെടരുതിട്ടോ, ദേഷ്യപ്പെടരുതിട്ടോ. എന്താ ദേഷ്യപ്പെട്ടാൽ എല്ലാ തിന്മകളുടെയും അത് ഒരുമിച്ച് കൂട്ടുന്ന തെജുമാവും, അത് ഒരുമിച്ച് കൂട്ടും. ഈ ദേഷ്യം ഈറന്തിയും ഭാഷ്യക്കന്തിയും എല്ലാ തിന്മകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ വിരിപ്പൊക്കെ കുടഞ്ഞു കിടന്നാൽ ചെകുത്താന് കല്ലോ മുള്ളോ കൊണ്ടുവരും, കല്ലോ മുള്ളോ കൊണ്ടുവരും. നമ്മൾ തല്ലൂടാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പേറ്റ് വരും. നമ്മൾ പറയും ആദ്യം പറഞ്ഞുകൂടെ ഞാൻ പടാ പറയലെന്ന് പറഞ്ഞാൽ ആ അന്ത്യ ആകെ കൊളാക്കും. നേരെ വെളുത്ത് നീച്ചാൽ മക്കൾക്ക് ചായ ഉണ്ടാവില്ല. നമ്മളെ ആകെ ഒരു മനസ്സമാധാനമുള്ള സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അത് തുടങ്ങുമ്പോൾ പെണ്ണുങ്ങളായിട്ട് തല്ലുകൂടി പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഫോട്ടോൻ്റെ താഴെ ഉണ്ടാവും, ഞാനും എൻ്റെ ഭാര്യയും ജീവിതം തുടങ്ങിയിട്ട് 34 കൊല്ലമായി. അപ്പോൾ കുട്ടികളെ കമൻറ്റ്, ഞാനും ഭാര്യയും തല്ല് തുടങ്ങിയിട്ട് 34 കൊല്ലമായി നിട്ടൂടെ വാപ്പ, എന്തിനാണ് അങ്ങനെ, നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അപ്പം അങ്ങനെയല്ല, നമ്മളുടെ സ്വഭാവം ഒരുപാട് മാറണം. വൈന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിതങ്ങളെ താങ്കളുടെ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നബിയെ എന്ന് അടുത്ത് വിളിക്കുമ്പോൾ ദാ ലബ്ബൈക്ക് ഞാൻ വന്നു. കുട്ടികൾ റസൂലേ എന്ന് വിളിക്കുമ്പോൾ ലബ്ബൈക്ക് ഇതാ ഞാൻ വന്നു. മിണ്ടാക്കൂല, കിബിറ് കാണിക്കൂല. ഉണരുന്നതും ഉറങ്ങുന്നതും ഉണ്ണുന്നതും ഉടുക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ കേൾക്കണ കുടുംബങ്ങളാകുക. വാപ്പ നല്ല മാന്യമായ വസ്ത്രം ധരിച്ച്, ഉമ്മ നല്ല മാന്യതയുള്ള വസ്ത്രം ധരിച്ച്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുട്ടികളുണ്ടാവും, ഒപ്പം ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങണേ. കണ്ടാ വിചാരിക്കുന്നത് ഓട്ടോറിക്ഷക്കാരൻ്റെ മക്കളാണെന്ന്. ഈ കയറിയ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഒരടയാളം ഓല മുഖത്തുണ്ടാവില്ല, ഓല വസ്ത്രത്തിലുണ്ടാവില്ല. എന്താണോ മാർക്കറ്റിൽ നിന്ന് കിട്ടണത് അതൊക്കെ അവർ വാങ്ങുകയാണ്. ആരാണ് അതിന് പൈസ കൊടുക്കണത്? അവരുടെ ഔറത്ത് മറയുന്നുണ്ടോ? അവരുടെ ഇസ്ലാമികമായ നിസ്കാരം നടക്കുന്നുണ്ടോ? ഒരു വാപ്പ പീടിയെ മോനും പറഞ്ഞു, വാപ്പ എനിക്ക് ഡ്രസ്സ് വേണം. അപ്പോൾ വാപ്പ പറഞ്ഞു, പൈസ ഞാൻ തരൂല, ഞാനും പോരാ. അങ്ങനെ ചെന്നപ്പോൾ പണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണേ, എന്തേ പാൻറ്റ് വാങ്ങാനാണ്. ഇജ്ജ് എന്തിനാ പാൻറ്റ് വാങ്ങണോ ചോദിച്ചു. ഞാൻ എൻ്റെ പാൻറ്റ് കീറിയിക്കണേ, അതുകൊണ്ട് വാങ്ങുക എന്നാണ്. അപ്പോൾ നിൽക്കണടുത്തുണ്ട്, ഇവിടെയും കീറിയിക്കണേ, ഇവിടെയും കീറിയിക്കണേ, ഇവിടെയും കീറിയിക്കണേ. അങ്ങനത്തെ കീറിയ 3 സ്ഥലം കീറിയ പാൻറ്റിൻ്റെ മുമ്പിൽ അപ്പം നിൽക്കണേ. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ വാപ്പ പറഞ്ഞു, എൻ്റെ ഒരു ഇടത്തെ കീറിയിട്ടുള്ളൂ, ഇജ്ജെന്തിനാ 3 കീറിയത് വാങ്ങണേ? വാപ്പ ഇപ്പം അത് മോഡലാണ്. വാപ്പ പറഞ്ഞു, മോനെ വസ്ത്രം ധരിക്കുന്നത് നാണം മറക്കാനാണ്, അലങ്കാരത്തിനാണ്, ഫാഷൻ നോക്കിയിട്ടല്ല. അത് നമ്മളുടെ വസ്ത്രം നമുക്ക് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ധരിക്കുമ്പോൾ വസ്ത്രമെന്ന് പറയുന്നത് ഇസ്ലാമികമായി ലിബാസു തഖ്വ, അത് ഭക്തിയുടെ വസ്ത്രമാണ് എന്നാണ്. അപ്പോൾ ഉമ്മമാർ ശ്രദ്ധിക്കണം, പെൺകുട്ടിക്ക് വസ്ത്രമെടുക്കുന്നത് ഞങ്ങളൊക്കെ അറിയില്ല, നിങ്ങൾക്കാണ് അറിയാം. നമ്മളുടെ കുട്ടിയുടെ ശരീര ഭംഗി പുറത്ത് കാണുന്നതോ, നാളെ പരലോകത്ത് ഉമ്മയാണ് എന്നെ തട്ടം ധരിപ്പിക്കാതിരുന്നത്, ഉമ്മയാണ് എനിക്ക് വാങ്ങിത്തന്നത് എന്ന് മക്കൾ പറഞ്ഞാൽ
അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഉമ്മാക്ക് തന്നെയാണ്. പൂർണ്ണമായും നമ്മളുടെ ആൺകുട്ടികളുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വാപ്പക്കാണ് ഉത്തരവാദിത്തം. നമ്മൾ ഇതൊന്നും ഒഴിഞ്ഞുപോയി, ഇതിൽ നിന്നൊന്നും ഉത്തരവാദിത്തത്തിന് മാറി അതൊന്നും ഞാൻ അറിയില്ല, എന്താപ്പ കാട്ടണം, പുതിയ തലമുറയല്ലേ, അങ്ങനെ നമ്മളെ വാപ്പ പറഞ്ഞിരുന്നോ? എൻ്റെ ഉപ്പയും ഞാനും തമ്മിൽ 34 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നത് ഉപ്പ 32 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായി. ഒരിക്കൽ പോലും എൻ്റെ വാപ്പജി ന്യൂജനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നടക്കലില്ല. എന്താണോ എൻ്റെ വീഴ്ചകളുള്ളത്, എന്താണോ എനിക്ക് വേണ്ടത് അത് ചെയ്തു തരും. ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ഒരു ടൂറ് പോകുക എന്നൊന്നും പറയുമ്പോൾ അതിന് തോണ്ടാനും മാന്താനും നിന്നെ പറഞ്ഞേക്കലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയും, എൻ്റെ മക്കൾ ചോദിക്കും ബാപ്പാ ടൂറ് പോകുന്നുണ്ട്, ഞാൻ പറയും ഞാൻ പറഞ്ഞേക്കൂല. അതെന്താ നിങ്ങൾ പറഞ്ഞേക്കാത്ത? എൻ്റെ വാപ്പന്നെ പറഞ്ഞയച്ചിട്ടില്ല, എൻ്റെ വാപ്പന്നെ പറഞ്ഞയച്ചിട്ടില്ല. അതെന്താ വാപ്പ പറഞ്ഞേക്ക? അത് വാപ്പാക്ക് അറിയുള്ളൂ, എന്തോ ഒരു ഹൈറയിലുണ്ടാവും അല്ലേ? അപ്പോൾ എന്നായിക്കോട്ടെ എന്ന് പറയും. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല. മതം എന്ന് പറയുന്നത് മതനിരാസത്തിനുള്ള എല്ലാ വഴികളും ഈ എന്താ പറയുക കമ്പോളവൽക്കരണക്കാർ തരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളെ നശിപ്പിക്കണമെന്ന തീരുമാനമെടുക്കുന്നത് തോനെ വേറെ അഭിപ്രായം ഉണ്ടായിട്ടൊന്നല്ല, ഓല് മദ്യത്തിനും വ്യഭിചാരത്തിനും എതിരാണ്. അത് രണ്ടുമാണ് എവിടെയും, ലോകകപ്പായാലും വേൾഡ് കപ്പായാലും ക്രിക്കറ്റായാലും വോളിബോളായാലും ഫുട്ബോളായാലും എന്തായാലും കാര്യമായ കച്ചവടം ഇത് രണ്ടുമാണ്. അത് ഒന്നും ഓലെ നാട്ടിൽ പറ്റൂല, അവിടെ അത് ഏർപ്പാട് നടത്താൻ പറ്റൂല. അതുകൊണ്ട് ആ ഇസ്ലാമിക സംസ്കാരത്തെ തന്നെ നശിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരം എന്താണ്? തിന്മ തിരസ്കരിക്കുക എന്നുള്ളതാണ് അല്ലേ? ഡൽഹി കോടതി ഒരു പെൺകുട്ടിനെ ബസ്സിൽ നിന്ന് വേണ്ടാവൃത്തിക്ക് ഉപയോഗിച്ചിട്ട് കൊന്ന് ബസ്സിൻ്റെ പുറത്തേക്കെറിഞ്ഞ് ആ 4 പേർക്ക് വധശിക്ഷ വിധിക്കാൻ വേണ്ടി കോടതി ഉത്തരവ് കൊണ്ടുവന്നപ്പോൾ ആദ്യ വചനം എന്താണെന്നറിയാം നിങ്ങൾ? വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലാൻ പാടില്ല. എന്തിനെ? ആത്മാവിനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. എങ്ങനെയുള്ള പരിശുദ്ധമായ ആത്മാവിനെ കൊല്ലരുത്. ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ലാതെ. വലാ യസ്നൂൻ, നിങ്ങൾ വ്യഭിചരിക്കുകയും ചെയ്യരുത് എന്നാ. അങ്ങനത്തെ ഒരു ആപ്തവാക്യം കോടതിക്ക് പറയാനുള്ളത് 6-ാം നൂറ്റാണ്ടിലുള്ള പരിശുദ്ധ ഖുർആന്റെ ആയത്താണ് അല്ലേ? ചെയ്ത കുറ്റകൃത്യം എന്താ? വ്യഭിചരിച്ചു കൊന്നുകളഞ്ഞു. വ്യഭിചരിച്ചു കൊന്നുകളഞ്ഞു. ഖുർആൻ പറയാ നിങ്ങൾ അവകാശം കൂടാതെ വേറൊരു ആത്മാവിനെ, പരിശുദ്ധമായ ആത്മാവിനെ നിങ്ങൾ കൊല്ലരുത്, വ്യഭിചരിക്കരുത്. രണ്ടും ഒപ്പാ പറഞ്ഞത്. അപ്പോൾ ആധുനികതയിലെ തിന്മയെ തടയാൻ നമുക്കുള്ളത് ഇസ്ലാമികമാണ്. ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നവരാകുക. ഇന്ന് വിനോദങ്ങളാണ്. ഞാൻ അങ്ങനെ പറയല്ല, നമ്മളൊക്കെ വിനോദത്തിൻ്റെ ഒരു ലോകത്താണ്. ഒരു വാപ്പ പീടിയിൽ വന്നിട്ട് പറയാം, മോനെ ഒരു രക്ഷയില്ല, എന്തേ 4 മൊബൈൽ ഫോണുണ്ട് പെരിയിൽ, ഇതിലൊക്കെ ഡാറ്റ കയറ്റാൻ 4 3 12 1200 ഉറുപ്യ വേണം ഒരു മാസം. എന്നിട്ട് അതിങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ആ കറങ്ങണത് ഒഴിവാക്കാൻ വേണ്ടി 500 ഉറുപ്യക്ക് പിന്നെ ഒരു വൈഫൈ വേറെ എടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ആയിട്ട് ഇപ്പം എന്തേ കിട്ടിയത്? ളുഹർ പോയി, അസർ പോയി, മഗ്‌രിബ് പോയി, ഇശ പോയി, അന്തം പോയി, വിവരം പോയി, ബന്ധം പോയി അല്ലേ? ബന്ധം പോയി, ആരും തിരിച്ചറിയാതെ പോയി. കള്ളൻ എപ്പോഴോ കള്ളം പറയണേ. പോലീസുകാർ കള്ളന്മാരെ പിടിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ കടന്നത്, ഞങ്ങൾ 1 മണി വരെ കാത്തുനിന്നിട്ട് സാർ പറ്റിയില്ല, 3 മണിക്കാണ് കടന്നത്. കാരണം 1 മണി വരെയൊക്കെ ഇങ്ങനെ മൊബൈലിൽ ഇരിക്കല്ലേ, ഉറങ്ങണില്ല. ഇങ്ങനെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പോണ കുട്ടികൾ 8 മണിക്കും 8:30ക്കൊക്കെ എഴുന്നേറ്റിട്ട് ഉറക്കം തികയാതെ വരുമ്പോൾ, എന്തേ മോനെ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല സാർ ഞങ്ങൾ മൊബൈലിലായിരുന്നു എന്നാണ്. അപ്പം നമ്മളെ വീട്ടിൽ റൂമുണ്ടായിട്ട് ആ വീട്ടിലെ കുട്ടികൾ 10 മണി കഴിഞ്ഞാൽ ഉറങ്ങണം എന്ന് പറയാൻ ആരും ഇല്ലേ നമ്മളെ വീട്ടിൽ? അപ്പം നേരത്തിന് ഉറങ്ങാൻ, നേരത്തിന് നിസ്കരിക്കാൻ, നേരത്തിന് ഉണ്ണാൻ, നേരത്തിനുണരാൻ, അതിനാണ് അള്ളാഹ് നമുക്ക് നേരം പഠിപ്പിച്ചത്. നേരവും കാലവും പഠിപ്പിച്ച ഒരു സമൂഹം കൃത്യമായി നമ്മളാണ്. 5 നേരത്തെ നിസ്കാരം മാത്രമല്ല, ആകാശത്തേക്ക് നോക്കി നമ്മൾ മാസം നിർണ്ണയിക്കുകയാണ്.
മാസം നിർണ്ണയിക്കുകയാണ്, മാസം ഉറപ്പിക്കുകയാണ്. നമ്മളാകെ മുസ്ലിങ്ങൾ 2 ദിവസം ആകാശത്തേക്ക് നോക്കുക, അതാകെ ഓളാവും ചെയ്യും. ഒരു പെരുന്നാളിനും ഒരു നോൽപ്പിനും. വശംസു വൽ ഖമറു ലിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും അതിൻ്റെ കണക്കനുസരിച്ച് സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾക്കുള്ള ബാധ്യത എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ പ്രവാചകൻ സ്നേഹിക്കപ്പെടണം. ഉണ്ണുന്നതും ഉറങ്ങുന്നതും. ഇപ്പം ഇവിടെ കുട്ടികൾ, ഞാൻ ചായയൊക്കെ കൊടുക്കണ നല്ല മക്കളെ കണ്ടു. അടുത്തൊരു തലമുറയാണ് അവർ അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു സ്ഥലത്ത് ഉസ്താദ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് അവസാനത്ത് പ്രസംഗിച്ചവരോ ദ്വാർന്നോലോ, പടച്ചോനെ ഈ മഹല്ലിൽ എല്ലാവർക്കും സന്താന സൗഭാഗ്യം കൊടുക്കണേന്ന് ദ്വാർന്നോലോ. അപ്പോൾ ദുആയൊക്കെ കഴിഞ്ഞ് നിക്കാരൊക്കെ കഴിഞ്ഞ് പുരയിൽ ഭക്ഷണത്തിന് പോയപ്പോൾ ഉസ്താദിനോട് പള്ളിയിലെ ഭാരവാഹി നിങ്ങൾ എന്തെങ്കിലും മക്കൾക്കും വേണ്ടി ദ്വാർന്ന് ഞങ്ങളുടെ നാട്ടിൽ. അല്ല, ഞാൻ പ്രസംഗിച്ചപ്പോൾ സദസ്സിൽ ഒറ്റ മക്കളെയും കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കാർക്ക് കുട്ടികളില്ലായിരുന്നു ഇങ്ങാണ്ട് ഞാൻ ഒന്ന് ദ്വാർന്നാണ് പറഞ്ഞു. അപ്പോൾ അല്ല ഉസ്താദെ, അതിപ്പോൾ എന്ന് വെച്ചാൽ മക്കളൊന്നും ഇപ്പം അതിനൊന്നും പോരുമില്ല, കിട്ടൂല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഓലൊക്കെ MDMA കച്ചവടവും സ്വർണ്ണക്കടത്തും കള്ളക്കടത്തൊക്കെ ആയിട്ട് നടക്കാറുള്ളല്ലേ, വെറുതെ ഒരു പള്ളിക്ക വന്ന് പള്ളി അറാമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടേക്കാരല്ലേ. അപ്പോൾ അതൊരു ചോദ്യവും ഒരു ഉത്തരവാണ്. പക്ഷേ തമാശയായിട്ട് നമുക്ക് വിടാം, പക്ഷെ അത് വലിയ അർത്ഥമുള്ളതല്ലേ. നമ്മൾ നന്നായത് എങ്ങനെയാണ്? കേട്ടിട്ട്. നമ്മൾ നന്നായത് കേട്ടിട്ടാണ്. കേട്ട് 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 നന്നായതാണ്. നമ്മളെ മക്കൾക്ക് കേൾക്കാനുള്ള അവസരമാണ് വെള്ളിയാഴ്ചത്തെ ജുമാ, ഇതേപോലത്തെ ക്യാമ്പ്. നമ്മളെ മകള് കോളേജിൽ നിന്ന് പള്ളിക്ക് പോകുന്നുണ്ടോ, നമ്മളെ മകൻ സ്കൂളിൽ നിന്ന് ജുമാക്ക് പങ്കെടുക്കുന്നുണ്ടോ, ഒക്കെ വലുതായിട്ട് മതി, വലുതായിട്ട് മതി, വലുതായിട്ട് മതി, വലുതായിട്ട് മതി, വലുതായിട്ട് മതി. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് 35 വയസ്സ് എന്നാണ് പേരിടൂലേ. അഹമ്മദ് 35 വയസ്സ്, ബാക്കി 35 കൊല്ലം ഉമ്മാൻ്റെ പള്ളൻ്റെ ഉള്ളിൽ. ഇതിനെ ചെറുപ്പത്തിൽ തന്നെ നമ്മളവർക്ക് കൊടുക്കണം. അതുകൊണ്ട് ദീനിയായ കൃത്യത, അവരാരാധന ചെയ്യുന്നത്, ഉണരുന്നത്, ഉറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഉണരേണ്ടതെപ്പോൾ, ഇതൊക്കെ നമ്മളവരെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളുടെ വീട് അതേപോലെ ആവണം. ഒരു പ്ലാനിങ് ഉണ്ടാകണം. കുടുംബപരമായ സമീപനത്തിൽ പരിശുദ്ധ അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. നഷ്ടക്കാരനാണ്, ഭയങ്കര നഷ്ടം. കച്ചവടം നടത്തിയിട്ട് നഷ്ടം വന്നൊന്നും നഷ്ടമല്ല എന്നാ. അള്ള ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കാതിരിക്കുക, അള്ള മുറിക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വലിയ നഷ്ടം. ചെറുത്താനേക്ക് നമുക്ക് ബന്ധമല്ല. നമുക്ക് വേണ്ടത് കുടുംബ ബന്ധങ്ങളാണ്, വ്യക്തിബന്ധങ്ങളാണ്, സാഹോദര്യ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെ നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ആ നഷ്ടത്തിനൊരു പ്ലാനിങ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഒരു ക്യാമ്പ്, ഇതിന് പ്ലാനിങ് ഉണ്ട് അല്ലേ. നമ്മൾ ക്യാമ്പിന് പിന്നെ ഒരു ചായ, പിന്നെ ബിസ്ക്കറ്റല്ല, അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പൊതി അല്ലേ, അതൊരു സന്തോഷമാണ്. കാരണം എന്താ അറിയോ, എന്തായാലും നമ്മൾ മഹല്ല് പള്ളിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. പിന്നെ TP അള്ളോക്കായ മദിനി പറഞ്ഞോലോ, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം നമ്മൾ അഹലുകാർക്ക് കൊടുക്കണം. കാരണം ഇല്ലായിട്ടല്ല പുരയിൽ, അതൊന്നൊരു കൂടി ആ ക്യാമ്പ് കഴിഞ്ഞൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഒരു ചായയും കടിയൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിതെന്താണ്, ഒരു പ്ലാനിങ് ആണ്. നമുക്ക് കുടുംബം എങ്ങനെ, കുടുംബം ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് നമ്മളിങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് അല്ലേ, ആ വിവാഹം എങ്ങനെയാകണം, അത് നമ്മളെ മനസ്സിലൊരു പൂതി ഉണ്ടാവും. ആ വിവാഹം എങ്ങനെയാണ്, വിവാഹം പിന്നെ മകന് നല്ലൊരു പുതുനാരിയെ കിട്ടണം. പുതുനാരിൻ്റെ ഉപ്പയാണ് അമ്മക്ക് എന്താ ഉണ്ടാകുക, നല്ലൊരു പുതുമാരനെ കിട്ടണം. എങ്ങനെ, ദീനുള്ള ഇഖ്ലാസുള്ള, ദീനും ഇഖ്ലാസും ഉണ്ടായാൽ വേറെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടൂല. നിങ്ങൾ ഇടക്കിടക്ക് അവിടെ പോയിങ്ങാണ്ട് മോനെ അങ്ങനെ കാട്ടല്ലേ, തല്ലല്ലേ, അടിക്കല്ലേ, കുത്തല്ലേ, ചീത്ത പറയലേ, പരിഹരിക്ക, കാലാകാലം പരിഹരിക്കാനാവില്ല. ദീനുണ്ടോ, നിങ്ങളൊന്നും അവിടെ പരിഹരിക്കാൻ പോണ്ട. അള്ളാഹുവിൻ്റെ ഒരു കാവല നമ്മളെ മോക്കും നമ്മളെ മോനും ഉണ്ടാവും. അതുകൊണ്ടാണ് ദരിദ്രനാണെങ്കിൽ പോലും അള്ളാഹു അവനെ ധന്യനാക്കുമെന്ന് പറയുന്നത് സാമ്പത്തികമായ ജീവിതമല്ല, ദാമ്പത്തിക ജീവിതമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് വിവാഹം ഒരു പ്ലാനിങ് ആണ്. കണ്ടെത്തണം, ഒരു പുതിയണ്ണിനെ കണ്ടെത്തണം, പുതിയാപ്പളിനെ കണ്ടെത്തണം അല്ലേ. കഴിഞ്ഞ കുറച്ചു കാലം ഒരു ബ്രോക്കറെ കണ്ടു. മൂപ്പര് പറഞ്ഞിങ്ങനെ ബസ് കയറിയിട്ട് വലിയ തളർച്ച ബാധിച്ചു. മൂപ്പര് പറഞ്ഞു,
നടക്കൂല മാഷേ, നടക്കൂല. ഞാൻ ചോദിച്ചു എന്തായാലും കല്യാണമൊന്നും നടക്കൂല, ചെരുപ്പൊക്കെ തേഞ്ഞു പോയി. എന്തേ പ്രശ്നം? ഒരുപാട് പുതിയാപ്പിളാരുണ്ട്, ഒരൊറ്റ പുതിയെണ്ണമില്ല നാട്ടിൽ. അപ്പം ഞാൻ ചോദിച്ചത് മരിച്ചു പോയോ? അല്ല, മരിച്ചു പോയതൊന്നുമില്ല, നാട്ടിൽ കൂടി അങ്ങനെ നടക്കുന്നുണ്ട്, ആർക്കും കല്യാണം വേണ്ട. പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട. അന്നിക്കാഹു മിൻ സുന്നത്തി. അതിനിപ്പോൾ എന്താണ് പരിഹാരം? എല്ലാവരെയും കൂടി കെട്ടിയിട്ട് കൗത്തുലർ കയറിട്ട് കെട്ടാൻ പറ്റുമോ? പഠിപ്പിക്കുക. അന്നിക്കാഹു മിൻ സുന്നത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം എൻ്റെ ചര്യയാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വിവാഹ അന്വേഷണം വന്നു, നല്ലൊരു വിവാഹ ബന്ധം വന്നപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട, ഇപ്പം കല്യാണമൊന്നും വേണ്ട, കെട്ടിക്കാനൊരായ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഉപ്പ, അദ്ദേഹം ഒരു പ്രായം ചെന്ന മനുഷ്യൻ, അദ്ദേഹം രോഗിയായപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അന്തല്ലാത്തരം പറയരുത്, വിവരമില്ലാത്തരം പറയും, ഈ പഠിക്കണ കുട്ടിയാണ്, നീ പക്വതയോടെ പെരുമാറണം. വിവാഹം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചതിലാണ് നീ ഉണ്ടായത്. ഞാൻ എൻ്റെ അമ്മാനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ആ കഴിപ്പിച്ച് ആ വരൻ ഈ വീട്ടിൽ വന്ന് നിന്നെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് വഫാത്താകണമെന്നാണ് വാപ്പയായ എൻ്റെ ആഗ്രഹം. അയാൾ പട്ടാളത്തിൽ റിട്ടയർഡായ ആളാണ്. അപ്പോൾ ആ പെൺകുട്ടി ആദ്യമൊക്കെ അതും ഇതൊക്കെ പറഞ്ഞെങ്കിലും പുറമുള്ള ഏജൻസികളുടെ വാക്കുകളിൽ നിന്ന് ആ കുട്ടി പിന്മാറി. ഈ പുറമുള്ള ഏജൻസികൾ ആരാ? കൂട്ടുകാരികൾ, ഇങ്ങനെ സ്റ്റൈലാക്കി നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പിടുത്തം വിട്ട് കുളു മണാലി ഇതിലെ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്ന, എന്നും ടൂറ് പോണ, അടിച്ചു പൊളിച്ച് ജീവിക്കണ. നമുക്ക് അങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റുമോ? നമുക്ക് മഹത്തായ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഖുതുബയിലൊക്കെ, പെരുന്നാളിൻ്റെ ഖുതുബയൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസ്വല്ല ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ. സംഗതി ഖൈറും വഅബ്ഖ, ഏറ്റവും അവശേഷിക്കുന്നത് ആഖിറമാണ്. പക്ഷേ നിങ്ങളിതാ ഭൗതികം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണെന്നൊരു പ്രശ്നം. നമ്മൾ ഈ ദുനിയാവാണ് അടിസ്ഥാനം. ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഒരൊറ്റ, നിങ്ങൾ ഈ ഭൂമി കുലുക്കമുണ്ടായ ആ സ്ഥലത്തുള്ള പിക്ചർ നോക്കിക്കണം നിങ്ങൾ. ഭൂകമ്പം പെട്ടെന്ന് ഭൂമി കുലുങ്ങിയിട്ട് എല്ലാവരും കൂടി ഫ്ലാറ്റിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ പാടെ ഇറങ്ങിങ്ങാണ്ട് റോട്ടിൽ നിൽക്കണ ഫോട്ടോ കണ്ടുകണോ? നിങ്ങൾ ഇന്ന് പോയിട്ട് നോക്കൊണ്ടു, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഭൂമി കുലുങ്ങിയിട്ട് ആളുകളൊക്കെ പാടെ റോട്ടിൽ വന്ന് നിൽക്കണം. ആ ആൾക്കാരെ ഏണ്ടാ നോക്കണേ? അത് നോക്കി നിങ്ങൾ എവിടുക്കാ നോക്കുകയാണ്? കുലുങ്ങിയതെവിടെ? ഭൂമി. പക്ഷെ ആ ആളുകളൊക്കെ ഏണ്ടാ നോക്കുക നിൽക്കണം. നിങ്ങൾ ഏണ്ടാ നോക്കുക? മാനത്തേക്കാ നോക്കുക. അതിൽ ഹിന്ദുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനുണ്ട്, എല്ലാം നിരീശ്വരവാദി ഉണ്ട്. ഈ ഭൂമി കുലുങ്ങി, താഴെയുള്ള ഭൂമി കുലുങ്ങി ഇതിനെ മേലേക്ക് നോക്കണേ. ഇത് ആരാ കുലുക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം. ആരുടെ അണ്ടറിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ഭൂമുഖത്ത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു ദീനിന് നൽകുന്ന പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മളുടെ മകന് നമ്മളുടെ മകൾക്ക് നല്ല ഒരു ദീനുള്ള ഒരു പുതിയാപ്പിള വന്നാൽ ഇൻഷാ അല്ലാഹ് നല്ല കുട്ടി, അതങ്ങനെ നടക്കണം. ഇല്ലെങ്കിൽ ഭൂമുഖത്തെ പ്രശ്നം ഉണ്ടാവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പെൺകുട്ടികളോടും പറയാണ്, പെൺകുട്ടികൾ ക്ലാസ്സിന് വന്ന് കാണുന്ന വിചാരിക്കണേ. പാപ്പ നല്ല ഇഖ്ലാസുള്ള ദീനിയായ ബോധമുള്ള ഒരു താടിയൊക്കെ വെച്ച് പാൻറ്റൊക്കെ കുറച്ച് കയറ്റിയെടുത്തൊരു കുട്ടിനെ കൊണ്ടുവന്ന് കാണിച്ച്, ആ കുട്ടി നമ്മളെ കണ്ടു, നമ്മളിഷ്ടമായി, എന്നിട്ട് ആ കുട്ടിനെക്കുറിച്ച് നമ്മളെ വാപ്പ അഭിപ്രായം ചോദിക്കുകയാണ്. മോളെ എങ്ങനെയുണ്ട്? വറ്റന്താടി മുറിയാൻ പാൻറ്റും വേണ്ട വാപ്പ. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കറിയോ, നല്ല സുന്ദരനായ ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ നല്ല നല്ല തിളങ്ങണ ഗ്ലാസ് ആവും വെക്കുക. വളരെ സുന്ദരനാണ്, സ്കെൽറ്റാണ്, സുന്ദരനാണ്, എല്ലാമാണ്. വിവാഹത്തിൻ്റെ ഫോട്ടോ കണ്ട പലരും അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് അത്ര സുന്ദരനായൊരു പുതിയാപ്പിളിനെ ഓലെ പൊരേക്ക് കിട്ടിയത്? പുതിയണ്ണിന് അത്ര ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ. 4 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ 5 മണിക്ക് പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഫുൾ കയ്യാതിരിക്കുക. രാത്രി ദൂരിക്കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ സൂചി അടിച്ച അടയാളങ്ങൾ, കറുത്ത 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 പാടുകൾ.
രാത്രി സ്വഭാവം മാറുന്നു. അപ്പം എന്താ? ലഹരിക്കടിമയാണ്. പ്രിയപ്പെട്ട സഹോദരി, ഒരു താടിയും അതേപോലെ തന്നെ ഒരു പാൻ്റ് അടിഭാഗത്ത് നിലത്ത് വലിക്കാതെ ഒരു ഖലാസുള്ള ഒരു പുതിയാപ്പിളയെ കിട്ടിയാൽ നിങ്ങളുടെ ഈ ദുനിയാവും നിങ്ങൾ രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ സൗന്ദര്യം. അപ്പം അങ്ങനെ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല, വിവാഹം എങ്ങനെയാകണം? വിവാഹത്തിന് ഞാൻ അങ്ങനെ തന്നെ പറയാണ്, ലക്ഷങ്ങൾ ചെലവാക്കാൻ, കോടികൾ ചെലവാക്കാൻ കല്യാണത്തിന് നമ്മൾ മെനക്കെടരുത്. ഒന്ന്, നമുക്ക് അയിമത്തന്നെ ബർക്കത്ത് പോകും. കുറേ ആളെ വിളിക്കണമെന്നില്ല. അത്യാവശ്യമുള്ള ബന്ധുക്കളുണ്ടാവും. ഉപ്പാൻ്റെ വീട്, ഉമ്മാൻ്റെ വീട്, മകളെ കല്യാണം കഴിച്ച വീട്, മകൻ കല്യാണം കഴിച്ച വീട്, പിന്നെ നമ്മളെ അത്യാവശ്യമുള്ള അടുത്തടുത്തുള്ള ആദർശ സുഹൃത്തുക്കൾ 1000, ചിലപ്പോൾ 1200 ഒക്കെ ഉണ്ടാവും. അതിലപ്പുറമൊന്നും ഒന്നായിട്ട് എല്ലാവരെയും, ഒരു ഡോക്ടറുണ്ടായിരുന്നു, ഭാര്യയും ഡോക്ടറാണ്, കല്യാണമൊക്കെ എല്ലാവരോടും പറഞ്ഞ് പിന്നെ ആരോടൊക്കെയോ പറഞ്ഞിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഒരു ബോർഡും വെച്ചു, മകളുടെ വിവാഹമാണ്, സൗകര്യം അറിയാത്തവരൊക്കെ വരണം. അവസാനമുണ്ട് കല്യാണത്തിൻ്റെ അന്ന് 1 മണിയാകുമ്പോൾ പുതിയണ്ണും പുതിയാപ്പിളി ഹോട്ടലിൽ. എന്തേ കാരണം എന്നറിയോ? ഓൽക്കൊന്നും തിന്നാൻ കിട്ടിയില്ല. പുതിയണ്ണും പുതിയ പാന്തലൊക്കെ പൊളിഞ്ഞ് ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കേണ്ട ഒന്നാണോ? അല്ല. ആ വിവാഹത്തിൻ്റെ ചടങ്ങിൽ അനുഗ്രഹീതമായ, അപ്പം നമ്മൾ ഒരു ഖുതുബ ഉണ്ടാവും, ഒരു ഹ്രസ്വമായ ഖുതുബ. അപ്പം നമ്മളെ ഖതീബ് ഉണ്ടാവും. അപ്പോൾ എന്നാൽ പള്ളിയിൽ സൗകര്യപ്പെടുത്തും, വരും, നിക്കാഹിൻ്റെ കർമ്മങ്ങളൊക്കെ ഒരുങ്ങും, എല്ലായി. ഒരു ഖുതുബ കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഒരു ഓഡിറ്റോറിയമാണ്, ഖുതുബ കഴിഞ്ഞ് ഒപ്പക്കെട്ട് കഴിഞ്ഞാൽ പുതിയാപ്പളിൻ്റെ വാപ്പ പറയും എല്ലാവരും ഭക്ഷണത്തിനിറങ്ങാം, ഒരു വലീമ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജും അങ്ങനെ തപ്പി കളിച്ചാൽ നിൽക്കണ്ട, അവിടുന്ന് അങ്ങോട്ട് വേറെ ഇറങ്ങാം. ഒരു 1-2 പിക്ചറൊക്കെ ചിലപ്പോൾ നിക്കാഹിൻ്റെ എടുക്കും, ചിലപ്പോൾ വാപ്പാനെ വെച്ചെടുക്കും, ചിലപ്പോൾ പുതിയാപ്പണ്ണൊന്ന് കൂട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഒന്നായിട്ട് വനമാല വരുന്ന മാതിരി അമ്മക്കും അങ്ങനെ നിരത്തി നിന്നിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോഷോപ്പ് നടത്തി അവസാനം ഈ കല്യാണത്തിന് വന്ന ആൾ ചോദിക്കുക, അല്ല പുതിയണ്ണിൻ്റെ വാപ്പ കല്യാണത്തിന് വന്നിട്ടില്ല? പുതിയണ്ണിൻ്റെ വാപ്പ കല്യാണത്തിനുണ്ടല്ലോ, അതില്ലാതെ നടക്കുമല്ലോ, മൂപ്പറെ കാണാനില്ലല്ലോ. മൂപ്പർ ചങ്ങായിയെ ആ വേദിയിൽ പോയി നിന്നിട്ട് ഫോട്ടോഗ്രാഫർ വിടുന്നില്ല. ഈ പാവം ചിരിച്ച് ചിറിയൊക്കെ കോടിപ്പോയിക്കണ്. എന്തിനാണ് ഇങ്ങനെ ഓരോരോ ഇടങ്ങേറുണ്ടാക്കി വെക്കണേ? ആ ഇറങ്ങി വന്ന് ഭക്ഷണം കഴിച്ച് പോണവരെയൊക്കെ കണ്ട് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, സുഖം തന്നെയാണ്, എല്ലാവരൊക്കെ ഒന്ന് കാണാൻ. ഇത് ഖത്തീബിനെ നമ്മളെന്ത് ചെയ്യുന്നറിയോ? ഖത്തീബിനോട് പറയും വേഗം വരി. അങ്ങനെ ഖത്തീബിനെ ചോറൊക്കെ വേപ്പിച്ച് അറുക്കാൻ കൊണ്ടുപോണ പോത്തിനെ മാതിരി പെട്ടെന്ന് വലിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നിട്ട് കാർക്ക് കയറി മൂപ്പരെ പറഞ്ഞയച്ച് ഉടനെ എന്താ പറയുമോ? അള്ള പോയി, ഇനിയിപ്പോൾ ചേത്താന്മാരെ നമ്മളെല്ലാം ഉള്ളു ഇവിടെ. അള്ളാനെ പറഞ്ഞയച്ച് കുത്തുവ പറഞ്ഞ മൗലവി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വേദിയിൽ നടക്കണ തമ്മാടിത്തരം, ആ തമ്മാടിത്തരത്തിന് ആരാണ് ആ നേരത്തെ അവിടെ കൊണ്ടുവരുന്നത്? ചേർത്താൻ ആ ജുബ്ബക്കെട്ട് 6 ആളിങ്ങനെ മയ്യത്തും കട്ടിൽ കൊണ്ടുവരാൻ കാത്തിക്കല്ലേ. എന്നിട്ടിങ്ങനെ ആ എൻട്രി, ഈ എൻട്രി, ഗ്രൂം എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് കൂത്ത് കേട്ടിട്ട് ഇങ്ങോട്ട് എൻട്രിയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇതുവരെ ഒരാണിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത ആ നാണം കുണുങ്ങിയായ പെൺകുട്ടിൻ്റെ മാനം കളഞ്ഞ് ബാപ്പയായ നമ്മളോ വേഗം പുറത്തേക്ക് പോയിട്ട് അവിടെ ആ വാതുക്ക് നിൽക്കും. അവിടെ എന്താ നടക്കണത് എനിക്കറിയില്ല. അവിടെ എന്തോ നടക്കണ്ടല്ലോ ദീനിനെതിരായിട്ട്. അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാനതിന് ആളല്ല. പിന്നെ എന്തിനെ പടച്ചോ നമ്മളെ ബാപ്പയാക്കി? നമ്മളല്ലേ കോയിൻ്റെ വാടക പൈസ കൊടുക്കണേ? നമ്മളല്ലേ ഓഡിറ്റോറിയത്തിൻ്റെ വാടക കൊടുക്കണേ? അല്ലേ? നമ്മളല്ലേ ആ ചുക്കാപ്പിൻ്റെ പൈസ കൊടുക്കണേ? എന്നിട്ട് നട്ടല്ലത്തില്ലാത്ത വാപ്പയാകാൻ പറ്റുണ്ടോ? ആദ്യം നിശ്ചയമല്ല തീരുമാനിക്കണ്ടേ, കല്യാണം എങ്ങനെ നടത്തണം എന്ന് ആദ്യം തീരുമാനിക്കാം. മകനെ കൂട്ടിയിട്ട്, മരുമകളെ കുടുംബക്കാരെ കൂട്ടിയിട്ട് എങ്ങനെ ആവണം. കഴിഞ്ഞ ദിവസം ഒരു ആദർശപരമായ വിവാഹമായിരിക്കും എന്ന് കരുതി ഒരുങ്ങിയ ഒരു വീട്ടിലുണ്ട്, മാർത്താണ്ഡവർമ്മൻ്റെ ഒരു കൊട്ടിയും കൊണ്ട് എംപിനാർ പിന്നെ 12,000 മുട്ടായിയും കൊണ്ടുവരുന്നു. അപ്പോൾ അതെന്താ? അത് മിഠായി കൊടുക്കൽ.
കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ മിഠായി കൊടുക്കുക മലപ്പുറം ജില്ലയിൽ. എന്നിട്ട് ഷുഗറുള്ള വല്യമ്മാൻ്റെ തൊള്ളേക്കൊന്ന്, വല്യപ്പാൻ്റെ തൊള്ളേക്കൊന്ന്, പുതിയാപ്പള ഒരു ഐസ്ക്രീമിൻ്റെ കഷ്ണം എടുത്ത് പുതിയണ്ണിൻ്റെ തൊള്ളേക്ക്, പുതിയണ്ണ് പുതിയാപ്പളിൻ്റെ തൊള്ളേക്ക്. ഇതൊക്കെ കഴിഞ്ഞ് റീലിറങ്ങിയപ്പോൾ ഉസ്താദ് ചോദിച്ചോല്ലേ നിക്കാഹൊക്കെ കഴിഞ്ഞല്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ കൂടി നിങ്ങൾ തന്നെ ആ ഐസ്ക്രീം കൊണ്ട് കഴിച്ചല്ലേ അറിഞ്ഞല്ലോ. ഇനി എന്തിനാ ഖത്തീബിനെ നിങ്ങൾ കാത്തിക്കണേ? അപ്പോൾ പല മത ആചാരങ്ങളിലും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കടപ്പുറത്തേക്ക് പോലും സഞ്ചരിക്കലും ഒക്കെ തുടങ്ങും. നമ്മളെ ദീനിലും ഇപ്പം അങ്ങനെ, നമ്മളെ മുസ്ലിം കൂട്ടത്തിലും അങ്ങനെ ആയി. 2 മുട്ടായി ആണ്ടും കൊണ്ട് തൊള്ളയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹലാലായി. നിക്കാഹിനൊന്നും ആർക്കും ഒഴിവില്ല, സമയമല്ല. അങ്ങനെയല്ല ആകണ്ട്. ആ നിക്കാഹിൻ്റെ കർമ്മമാണ് പ്രധാനം. ആ നിക്കാഹ് കർമ്മം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ആ നിക്കാഹ് അനുഗ്രഹീതമായി കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും പോലെ ഒരുമിച്ച് ജീവിക്കട്ടെ. ആ ജീവിക്കുമ്പോൾ മക്കളുണ്ടാകണം. നമ്മളുണ്ട് കുറേ ഈ എന്താ പറയുക, വല്ലാത്ത ബുദ്ധി പ്രവർത്തിക്കും നമ്മളെയൊക്കെ വീട്ടിൽ. കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയും പുതിയണ്ണും അങ്ങനെ നടക്കണാണ്. ബൈക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകണതാണ്, ഇങ്ങോട്ട് പോകണതാണ്, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോണേ. 2 കൊല്ലാവും, 3 കൊല്ലാവും, 4 കൊല്ലാവും. അപ്പോൾ ഉമ്മയും ബാപ്പയും ദ്വാരക്കും മോനെ ഒന്ന് ഉംറക്ക് പോകാനും. എന്തിനാണ് ഉംറക്ക് പോണേ? ഒന്ന് ഉംറക്ക് പൊയ്ക്കളി, നിങ്ങൾക്ക് 2ആൾക്കും കുട്ടികളൊന്നും ഇല്ലല്ലോ. അത് ശരി, 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്, അല്ലാതെ ഉംറയൊന്നും ഇല്ലായിട്ടല്ല. 5 കൊല്ലത്തിന് മക്കൾ വേണ്ടാന്ന് തീരുമാനിക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞ് പടച്ചോനാണ് തീരുമാനിച്ചാലോ, എന്നാൽ ഞാൻ അവിടെ കിടക്കാം. നമ്മൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ അല്ല അറിയാം, ഒരു 10 കൊല്ലം കൂടി അവിടെ കിടക്കി, നിങ്ങൾ ഊട്ടി മൈസൂർ പൊയ്ക്കോളി. ഇങ്ങനെയൊക്കെ റബ്ബിനെ നമ്മൾ മറക്കരുത്. നമ്മളെ മക്കൾ അള്ള തരുന്ന സന്തോഷമാണ്. നമ്മളെ സമ്പത്തും സന്താനവും, സമ്പത്തും സന്താനവും. പൈസ വേണ്ടെന്ന് ആരോ പറയലുണ്ടോ? സമ്പത്തും സന്താനവും, സമ്പത്തും സന്താനവും. സമ്പത്ത് പോലെയാണ് സന്താനം, നമുക്ക് വിലപ്പെട്ടതാണ്. ആ മക്കൾ ഉണ്ടാകട്ടെ. ആ മക്കൾ ആണാകട്ടെ പെണ്ണാകട്ടെ. അത് ആണ് വന്നാലും പെണ്ണ് വന്നാലും മുസ്വദ്ദൻ ബഹുവ ഖലീ എന്ന് പറഞ്ഞല്ലേ ഖുർആൻ. ജാഹിലിയ കാലഘട്ടത്തിൽ പെണ്ണ് പറക്കണത് പാവായിട്ടാണ് കണ്ടിന്, ഒരു ഗതികേടായിരുന്നു. പെണ്ണ് പറക്കണെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. റസൂല പറഞ്ഞതറിയോ, നിങ്ങളൊരു കുഞ്ഞ് ജനിച്ച വിവരം അറിഞ്ഞാൽ എന്ത് കുട്ടിയാണെന്ന് ചോദിക്കരുത് എന്നാണ്. അത് നമ്മളെ കേരളീയരോട് തന്നെയാണത്. അറബികൾ ചോദിക്കൂല. അറബികൾ കുഞ്ഞ് ജനിച്ചു അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുതിയ മൗലൂദായ ആ കുട്ടിക്കും വേണ്ടി കുറേ ആണ് ദ്വാർക്കും. നമ്മളെന്ത് ചെയ്യും? ഒരു കുഞ്ഞ് ജനിച്ചു പറഞ്ഞേ എന്തുട്ടിയാ? അപ്പോൾ ചോദിച്ചോൻ്റെ ബേജാറും കേട്ടോൻ്റെ ബേജാറും. ഞങ്ങളുടെ നാട്ടിലൊരു ആയിച്ചാത്തുണ്ടായി. ആയിച്ചാത്ത അതിൽ അഗ്രഗണ്യ. ആയിച്ചാത്ത ആദ്യം കുട്ടനെ കാണാൻ പോകും. കുട്ടനെ കണ്ട് വരുമ്പോൾ അയൽപ്പക്കത്ത് കൂടെ വീടിൻ്റെ മുമ്പ് കൂടിയാണ് വരിക. ആയിച്ചാത്ത നിങ്ങൾ കുട്ടനെ കണ്ടോ? കുട്ടനെ കണ്ടു. എന്തുട്ടിയാ? ആൺകുട്ടിയാ പിന്നെ പെൺകുട്ടിയാന്നാവോ ഓർമ്മയെന്ന് കിട്ടും. ആനക്കുട്ടിയല്ല. നമുക്ക് ആനക്കുട്ടിനെ ഏതായാലും അള്ളാഹുല്ലോ, അത്രേ നമ്മൾ നോക്കണ്ടുള്ളൂ. റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ ഉപ്പയോട് അക്കീക്കത്ത് എന്താണ് അറുക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ അദ്ദേഹം പറയും 2 ആട് എങ്കിൽ അത് ആൺകുട്ടിയാണ്. ഒരാടിനെയാണ് ഞാൻ അറുക്കാൻ വിചാരിച്ചിക്കണേ, അത് പെൺകുട്ടിയാണ്. അത്രേ ചോദിക്കണ്ടുള്ളൂ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് വേർതിരിച്ചിട്ട് നമ്മുടെ നിഅമത്തുകളെ നമ്മൾ വേർതിരിക്കാൻ നിൽക്കണ്ട. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വിവാഹം ഒരു പുണ്യകർമ്മമാണ്. ആ വിവാഹശേഷമുള്ള ജീവിതം ഒരു പുണ്യകർമ്മമാണ്. ആ വിവാഹമുള്ള ശേഷമുള്ള ജീവിതത്തിലും നമ്മൾ അമിതമായി ഇടപെടാൻ പാടില്ല. ഞാൻ നിങ്ങളെ നാട്ടിലുണ്ടോയെന്നറിയില്ല, ചില നാട്ടിലൊക്കെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുള്ള പുതിയാപ്പിളക്ക് പുതിയെണ്ണ് കിട്ടൂല. അവൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, 1 ആൺകുട്ടിയുണ്ട്. 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇനിയൊരു ആൺകുട്ടിയാണ്. അപ്പോൾ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് പെണ്ണ് തരാൻ പോവുക. കാരണം എന്താ പറയുക, ബാധ്യതകളൊന്നുമില്ല, വാപ്പാക്കും ഉമ്മാക്കും വേറെ ബാധ്യതയൊന്നുമില്ല. ഇനി ഇന്നൊരു പെണ്ണ് ഇട്ടിച്ചാൽ മതിയല്ലോ, പുരയുണ്ട്, സ്ഥലമുണ്ട്, ജോലിയുണ്ട് അത്യാവശ്യം. ഇവന് പെണ്ണിട്ടൂല. ഇവൻ പറയും 50,000 റുപ്യ ശമ്പളം ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, 2 റൂം, അതുകൊണ്ടൊന്നും തരൂല. എന്താ പെണ്ണ് കിട്ടാത്തത് എന്ന് ചോദിച്ചു. എന്താണ് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും മാത്രമുള്ള വീട്ടിൽ എന്താ പെണ്ണ് കിട്ടാത്തത്? സ്ത്രീകളുണ്ടല്ലോ വേക്കിൽ. നിങ്ങൾക്കറിയോ എൻ്റെ ഉത്തരം? അറിയോ? നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയോ? ചിരിക്കുന്നുണ്ടാവുന്നു. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയോ? എന്താ കാരണം? നിങ്ങൾ അതാണ് അതിൻ്റെ ഗൗരവം.
ആ ആൺകുട്ടിക്ക് എൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ അവിടുത്തെ വാപ്പാനും ഇമ്മാനും നോക്കേണ്ടിയിരുന്നു. അവിടുത്തെ വാപ്പാനും ഇമ്മാനും വാപ്പാനും ഇമ്മാനും നോക്കേണ്ടി വരും. ബാധ്യതയാണിപ്പോൾ. ആരാ പഠിപ്പിക്കണേ? ഞാൻ. എൻ്റെ കുട്ടിനെ കെട്ടിക്കുമ്പോൾ പറയാം, മോളെ ആ വീട് എല്ലാം ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, AC ഉണ്ട്, ശമ്പളമുണ്ട്, വരുമാനമുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ദീനുണ്ട്. പക്ഷെ ആ വരിക്കന്നെ കെട്ടിക്കൂല. എന്താ? അവിടുത്തെ വാപ്പാനും ഇമ്മാനും ഇത് നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ആശുപത്രിയിലായി. നമ്മളെ മകളെ വാപ്പിമ്യൊന്നുമില്ലാത്തൊരു ഗുഹയ്ക്ക് കെട്ടിച്ച്, വാപ്പിമ്യൊന്നുമില്ലാത്ത ആരും ഇല്ലാത്ത ഏതോ ഒരു കാട്ടുക്ക് കെട്ടിച്ച് നിൽക്കുക. ഓളെ വിളിക്കുക, വാപ്പി ഇമ്മി ആശുപത്രിയിൽ അയക്കണ വണ്ടിമെന്ന് വീണിട്ട് അറിയുമ്പോൾ വാപ്പാനും ഇമ്മാനും നോക്കണ പെരയ്ക്ക് കെട്ടിക്കൂല എന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഒരു വാപ്പാനും ഇമ്മാനും നോക്കണില്ല. ഓല നോക്കി ഗതിയെണ്ണമാരി ഇപ്പം നമ്മളീ അതാ തിക്തഫലം ഉണ്ടാകുക. വിളവെടുക്കരുത് നമ്മളെ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. വാപ്പയോ ഉമ്മയോ അസുഖം ബാധിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഒരാളോ അസുഖം ബാധിച്ചു വന്നാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് മ്ലേച്ഛ വാക്കുകൾ പറയരുത്. ചില നാട്ടിലൊക്കെ ഉണ്ട്, വാപ്പാനും ഉമ്മാനും നോക്കണ്ട് തറവാട്ട് താമസിക്കണവനാണ് എന്നുള്ളത്. തറവാട് എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ചതലൊക്കെ പിടിച്ച് വാതിലൊക്കെ എന്തോ ആയി, പിന്നെ പട്ടിക്കൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞാടാനായി കാണും. അപ്പോൾ നമ്മൾ ഓഹരി വെക്കുമ്പോൾ എന്ത് പറയും? വടക്കേത് ഒരേക്കറ പറമ്പ് എനിക്ക്, തെക്കേതിലേത് എനിക്ക്, ചെറിയ അനുജനെ തറവാടും പിന്നെ അവിടെ പൂരിപ്പിക്കാണ്ട് 2 എണ്ണം, വയസ്സായ വാപ്പാനും ഇമ്മാനും. അപ്പോൾ ഓൻ പറയും തറവാട് വേണ്ട. എന്താ എനിക്ക് തറവാട്? ഈ നാട്ടിലുള്ള ആചാരം അനുസരിച്ച് ചെറിയ മകനാണ് തറവാട്. ഓനറിയാം തറവാട് എടുത്താൽ തറവാട്ടത്തെ വാപ്പാനും ഇമ്മാനും കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവസാനം മക്കളെ നമ്മളെന്താ പറയുക അറിയോ? എനിക്കല്ലേ തറവാട് തന്നത്, അതെന്തിനു തന്നതാ? ഇജ്ജ് വാപ്പാനും ഇമ്മാനും നോക്കാനാ. നമ്മളാരും അങ്ങനെ കണക്ക് പറയാനില്ല. നമ്മളെ വീട് അനുഗ്രഹീതമാകുന്ന എപ്പോഴാണ് അറിയങ്ങൾ? നമ്മുടെ മാതാപിതാക്കൾ അവിടെ പരിപാലിക്കപ്പെടുമ്പോഴാണ്. അങ്ങകലെ ബ്രിട്ടീഷുകാരനായ ഒരു എഴുത്തുകാരൻ സഞ്ചാരിയായ ഒരു ടൗസറും ഒരു ബനിയേനുമിട്ട് 16 കൊല്ലമായി ഇങ്ങനെ തെണ്ടുകയാണ്, ലോകം ചുറ്റുക. അദ്ദേഹം അവസാനം കോഴിക്കോട് ജില്ലയിലെ ഒരു എഴുത്തുകാരൻ്റെ വീട്ടിൽ വന്നു. യാദൃച്ഛികമായി ആ എഴുത്തുകാരൻ്റെ വീട്ടിലെത്തി. അന്ന് ട്രങ്ക് ഡയലിംഗ് ഫോണുള്ളൂ. അവിടെ എത്തി. അന്ന് തിരുവനന്തപുരത്തുള്ളൂ തോന്നുന്നു എയർപോർട്ട്, വേറെ എവിടെ ഇല്ല. വീട്ടിലെത്തി. അപ്പോൾ ആ എഴുത്തുകാരൻ്റെ മകൾക്കൊരു സ്വഭാവമുണ്ട്. ചെറിയ ചെറിയ സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയിട്ട് അവൾ ഒട്ടിച്ചു വെക്കും. സ്വർഗം മാതാവിൻ്റെ കാലിൻ്റെ അരികിലാണ് എന്നതിൻ്റെ ഇംഗ്ലീഷ് എഴുതിയിട്ട് അവൾ അവളുടെ റൂമിൽ ഒട്ടിച്ചു വെച്ച്. ഈ ബ്രിട്ടീഷുകാരനായ സഞ്ചാരിക്ക് കിട്ടിയ റൂം അതായിരുന്നു. അയാൾ ഇങ്ങനെ നോക്കും, ബുക്കൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഷെൽഫിൻ്റെ അവിടെ ഇത് കണ്ടു, സ്വർഗം മാതാവിൻ്റെ കാലിൻ്റെ അരികിലാണ്. അത് കണ്ടതോടുകൂടി അയാൾ പുറത്തേക്ക് ഇറങ്ങി റൂമിൻ്റെ. എന്നിട്ട് പറഞ്ഞു സുഹൃത്തിനോട്, എനിക്ക് നാട്ടിലേക്ക് വിളിക്കണം. അപ്പോൾ പറഞ്ഞു നാട്ടിലേക്ക് വിളിക്കാൻ പെടുന്ന സംവിധാനമൊന്നുമില്ല. ട്രങ്ക് ഡയലിങ് കുറ്റ്യാടി സ്റ്റേഷൻക്ക് ലിങ്ക് ചെയ്ത് വിളിപ്പിച്ച് കിട്ടി. അരമണിക്കൂറോളം മാതാവുമായിട്ട് സംസാരിച്ചപ്പോഴേക്ക് ഇയാളുടെ മുഖക്കാകെ വിവരണമായി. പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നു. 16 കൊല്ലമായി ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു എന്നല്ല, ഞാൻ അങ്ങനെ പോന്നു. പക്ഷേ സ്വർഗം മാതാവിൻ്റെ കാലിൻ്റെ അരികിലാണ് എന്ന വാചകം എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കേൾക്കണത്. അതാണ് നമ്മളെ മതത്തിൻ്റെ പ്രത്യേകത. ഏത് കടുത്ത ഹൃദയത്തെയും പിടിച്ചു കുൽക്കാൻ. പക്ഷെ നമ്മളെ കുൽക്കണമെങ്കിൽ വല്ല ഭൂമിയത്തെ കുൽക്കേണ്ടി വരും. അത് മാത്രമാണ്. ഒരു വലിയ സമ്പന്നരായ മനുഷ്യൻ, മൂപ്പര് എന്താ റോൾസ് റോയ് എന്തോ ഒരു കാറുണ്ട് മൂപ്പർക്ക്, വലിയ കുപ്പായം വലിയ തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഉമ്മാനൊന്നും മൂപ്പര മനസ്സിൽ തന്നെ അല്ല, മൂപ്പരൊക്കെ ആകാശത്ത് പൊട്ടി വീണാന്നുള്ള ആൾക്കാരല്ല മൂപ്പരെന്ന് അർത്ഥം. അങ്ങനെ ഒരു ദിവസം പള്ളിക്ക് വെള്ളിയാഴ്ച എവിടെയെങ്കിലും കയറണമല്ലോ, പോണ വഴിക്ക് മൂപ്പര വണ്ടി നിർത്താൻ പറ്റിയത്
ഒരു മുജാഹിദ് പള്ളിൻ്റെ മുറ്റായിപ്പോയി. അവിടെ ഖത്തീബ് ഖുതുബ തുടങ്ങി. ആ മൂപ്പർ അവിടെ കയറിയിരുന്നപ്പോൾ അന്ന് പറഞ്ഞ ഖുതുബ എന്തായെന്ന് അറിയങ്ങൾ? ഉമ്മയും ബാപ്പി ഉണ്ടായിട്ട് ഓല നോക്കിയിട്ട് സ്വർഗത്ത് പോകാൻ അവസരം കിട്ടിയിട്ട് നോക്കാതെ സ്വർഗത്തിൽ നിന്ന് വഴുതിപ്പോയവനെ നിന്നെ അല്ലാഹു അകറ്റട്ടെ എന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൻ്റെ സമീപത്ത് വെച്ച് ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചോളിട്ടോ. ഈ മനുഷ്യൻ അവിടുന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കാറും വിട്ട് പങ്ങളെ പരീച്ചെന്നു. പങ്ങളെ പരീച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഉമ്മാനെ ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പങ്ങൾ ചോദിച്ചാലോ, ഇജ്മാൻ്റെ മുതൽ തട്ടിയെടുക്കാൻ വല്ല മഷി ഉമ്മാൻ്റെ വിരലുമ്മ തേച്ചുകാണ്ട് തമ്പ് വാങ്ങാൻ വന്നതേ ഇക്കാരല്ലേ? അല്ല അല്ല മോളോ, അതിനല്ല, ഞാൻ ഉമ്മാനെ നോക്കുകയാണ് ഇന്ന് മുതൽ. കാരണം എന്താ അറിയോ, എൻ്റെ ഈ സമ്പത്തും സൗകര്യമൊക്കെ അള്ളാഹ് വൈകാതെ തിരിച്ചെടുക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് തിരിച്ചെടുക്കലിൻ്റെ തുടക്കം മൂപ്പർക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കണം, ബിസിനസ്സിൻ്റെ ഒക്കെ തകർച്ച. അങ്ങനെ പെങ്ങളെയും കൂട്ടി ഉമ്മാനെ കൊണ്ടുപോയി നോക്കി. ഉമ്മയുടെ മരണത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ കാണുന്നത് വലിയൊരു രാജകൊട്ടാരം പോലുള്ളൊരു വീട്ടിൽ വഫാത്തായി കിടക്കണം ഉമ്മാനെ. അപ്പോൾ അള്ളാഹിൻ്റെയും റസൂലിൻ്റെയൊക്കെ ഉപദേശം ഏത് ഹൃദയത്തെപ്പോലും മാറ്റിമറിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും വീട്ടിൽ നമ്മളുടെ മഹത്തായ ഒരു ഇബാദത്താണ് ഉപ്പനെയും ഉമ്മനെയും ഒക്കെ പരിപാലിക്കുക എന്നുള്ളത്. നമ്മളോട് മോനെ ചോറ് തിന്നോ, മോനെ ചോറ് തിന്നോ, മോളെ ചോറ് തിന്നോ, നമ്മളൊക്കെ ചോറ് തിന്നാത്തോല, നമ്മൾ ചായ കുടിക്കാത്തോല. എന്തിനാണ് ആ ചോദ്യം? അതൊരു അന്വേഷണം. അതുപോലെ തിരിച്ചു ചോദിക്കുക. നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഉമ്മ നിങ്ങൾ ഉറങ്ങിയോ? ഇല്ലടാ. ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഉമ്മ നിങ്ങൾ ചായ കുടിച്ചോ? ഉമ്മ നിങ്ങൾ ഗുളിക കുടിച്ചോ? ഉപ്പ നിങ്ങൾ ഉറങ്ങിയോ? നമ്മളോട് എന്തൊക്കെ ചോദിച്ചിരുന്നോ അവയൊക്കെ തിരിച്ച് ചോദിച്ചോളൂ. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മഗ്‌രിബ് നമസ്കാരത്തോടടുത്തുകൊണ്ടിരിക്കുക. അവസാനം ജ്യേഷ്ഠനനുജന്മാർ തമ്മിലുള്ള കാര്യം കൂടി പറഞ്ഞ അവസാനം, നമ്മൾ ഈ കുടുംബം എന്ന് പറയുമ്പോഴേ ചില വീട്ടിൽ 6 മക്കളുണ്ടാവും, ചില വീട്ടിൽ 2 മക്കളെ ഉണ്ടാവുള്ളൂ, ചില വീട്ടിൽ 5 മക്കൾ വലിയ സമ്പന്നരേക്കാരം, ചില വീട്ടിൽ ഒരു മകൻ പറ്റ പാപ്പരേക്കാരം. ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 2 പെങ്ങന്മാരും 3 ആങ്ങളൊക്കെക്കാരം. നമ്മളെന്ത് ചെയ്യുക അറിയങ്ങൾ? ഒരിക്കൽ ഒരു ഇരട്ട കുട്ടികളുള്ള ഒരു ക്ലാസ് 8 ഏലും ഒരുത്തം നൊലോളിച്ചുണ്ടാവും. 8 ബിയിൽ പോയി നോക്കുമ്പോൾ ചങ്ക് വേദന. എന്താ അറിയങ്ങൾ? അതായത് ടിൻസ് ആണെങ്കിൽ ഓന് വിഷമം വരുമ്പം 2 ആൾക്കും വിഷമം വരും. ഒരാൾക്ക് കണ്ടാൽ പറ്റൂല എന്ന് പറഞ്ഞാൽ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെയാണ് ഇരട്ട കുട്ടികൾ. ഒപ്പം നടക്കണം, ഒപ്പം കാണണം. എന്നാൽ നമ്മൾ ജ്യേഷ്ഠന്മാർ നമ്മൾ പള്ളിക്കന്ന് കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് കൈ കൊടുത്തിട്ട്, പള്ളിക്കത്ത് ഉസ്താദ് കോട്ടക്കലാരുശാലിക്ക് പോകാൻ നിൽക്കുക കുലുക്കിയിട്ട് എല്ലാവരും കൂടി. എന്നാൽ നമ്മളൊന്ന് കാക്കാക്ക് അസ്സലാമു അലൈക്കും, പെങ്ങൾക്ക് വീട്ടിലേക്ക് ചെല്ലാകുമ്പോൾ അസ്സലാമു അലൈക്കും. നോക്കി നിങ്ങൾ ഹാർട്ട് രോഗികളോടെ പെട്ടെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ ഐസും കഷ്ണം എടുത്തിട്ട് ഇവിടെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഐസിൻ്റെ കട്ടെടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചാൽ ഒരു 3 സെക്കൻഡ് 5 സെക്കൻഡ് പിടിച്ചാൽ രക്തം പെട്ടെന്ന് ലൂസായിട്ട് വേഗം ഹൃദയത്തേക്ക് പോകും. ഇതാണ് നമ്മളെ ഇസ്ലാമിലെ ഷെയ്ക്കാൻ. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് പിടിച്ചിട്ട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് വിടുമ്പോൾ ഇതിലെ പോണ ഒരു രക്തത്തിൻ്റെ ഒരു ബന്ധം. അതാണ് പരസ്പരമുള്ള വല്ലാത്തൊരു ബന്ധം. അപ്പോൾ ജ്യേഷ്ഠൻ അനുജൻ, ചിലപ്പോൾ ജ്യേഷ്ഠൻ വലിയ സമ്പന്നനേക്കാണ്, അനിയൻ പറ്റ പാപ്പരേക്കാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരേപോലെ വീട്, ഒരേപോലത്തെ മുറ്റം, ഒരേപോലെ സപ്പോർട്ടൻ്റെ മരം, ഒരേപോലത്തെ കാർ പോർച്ച്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 2 ആളും ഒരേപോലെ? അല്ല മൗലവി, എൻ്റെ അനുജൻ മരിച്ചു, എൻ്റെ അനുജന് 3 കുട്ടികളാണ്, എനിക്ക് 2 കുട്ടികളാണ്. അനുജൻ മരിക്കുന്നത് വീട് പോലും വെക്കാതെയാണ്. അതിനുശേഷം എൻ്റെ ഉമ്മ പറഞ്ഞു, ഈ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ മജീദേ, അബ്ദുൽ മജീദേ, എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ 2ാമത്തെ മകൻ്റെ കുട്ടികൾക്കും കൊടുക്കണം. അതാണ് എൻ്റെ ആകെയുള്ള
വസിയത്ത്. ഐറ്റക്ക് ഉപ്പല്ല എന്നൊരു തോന്നൽ, ഒരു കട്ടമ്മ പോലും ഒരു മുട്ടായ്മ പോലും തോന്നരുത്. അതെന്നോട് ഉമ്മ വസിയത്ത് ചെയ്തിട്ടാണ് ഉമ്മ മരിച്ചു പോയത്. 5 കൊല്ലമായി ഉമ്മ മരിച്ചിട്ട്. അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് 1 കിലോ മത്തി വാങ്ങിയാൽ അത് ഇവിടേക്ക് വാങ്ങും, 1 കിലോ അയില വാങ്ങിയാൽ ഇവിടെ ഒരു സപ്പോട്ട മരം വെച്ചാൽ ഇവിടെ ഒരു സപ്പോട്ട മരം. എന്തിനാ നിങ്ങൾ? നാളെ സ്വർഗത്തിലെത്താനാണ്. ഈ നാളെ എന്ന് പറയുന്ന പറമ്പ് ഇവിടെ അടുത്താണ്. നമ്മളെ അവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെയായി. അവിടേക്ക് എടുക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മളുടെ സ്വഭാവവും സംസ്കാരവും ബന്ധവും ജ്യേഷ്ഠനഞ്ജന്മാർ തമ്മിലുള്ള ബന്ധമൊക്കെ ഊട്ടി ഉറപ്പിച്ച് റെഡിയാക്കി കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പണിയെടുത്ത, ഇതിനു വേണ്ടി യത്നിച്ച, വളരെ ദൂരെ നിന്ന് പോലും ഇവിടെ ആളെത്തിയിട്ടുണ്ടാകും. കാരണം നമ്മുടെ നാട് അത്ര വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ യൂണിറ്റൊക്കെ ഉള്ളതാണ്. അതിന് കഠിനാധ്വാനം ചെയ്ത എല്ലാ സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, നിങ്ങൾ ഒരു അസമയം അല്ലെങ്കിൽ പോലും ഒരസമയമാണ്, എന്നാലും നിങ്ങളൊക്കെ വന്നു. അള്ളാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.